പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. മഹല്ല് ബോധവൽക്കരണം നടത്തേണ്ടത്. ഇന്ന് നമ്മുടെ കല്യാണങ്ങളിൽ വരുന്ന പേക്കൂത്തുകൾ, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഉമ്മത്തിനെ നശിപ്പിച്ചു കളയും. ശ്രദ്ധിക്കോ, ഞാൻ ഈ വിഷയത്തിൽ സമസ്തയുടെ സർക്കുലർ ഒന്ന് വായിക്കാം. സമസ്ത ഓരോ മഹല്ലിനും നൽകിയ സർക്കുലർ വായിക്കാം. സ്ത്രീകളുടെ അമിത സ്വാതന്ത്ര്യം, അഴിഞ്ഞാട്ടം എന്നിവ മഹല്ല് ഇടപെട്ട് അവസാനിപ്പിക്കുക. വിദ്യാഭ്യാസത്തിന്, ഉദ്യോഗത്തിന്, ജോലിക്ക് എന്ന പേരിൽ യുവതികൾ അർദ്ധനഗ്നരായി പോകൽ, വീട്ടിലെ തൊഴിലാളികളുമായി ഇടപെടൽ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യൽ, അന്യരുമായുള്ള അടുപ്പം ഇത്യാദി ദുരാചാരങ്ങൾക്കെതിരെ മഹല്ല് സ്ക്വാഡിനെ ഉപയോഗപ്പെടുത്തി ലഘുലേഖകൾ എത്തിക്കുക. വനിതാ ക്ലാസുകൾ വഴി ഉത്ബോധിപ്പിക്കുക. രക്ഷാകർതൃ യോഗങ്ങൾ ഇവയുടെ ഗുരുതര ഭവിഷ്യത്ത് വിശദീകരിക്കുക. സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷൻ സമസ്താലയം ചേളാരി മഹല്ലുകൾക്ക് നൽകിയിട്ടുള്ള കേന്ദ്ര കമ്മിറ്റിയുടെ സർക്കുലറാണ് ഞാൻ ഈ വായിക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് ഞങ്ങളുടെ നേതൃത്വത്തിൽ നൽകിയ സർക്കുലറാണ് വായിക്കുന്നത്. ഇത്തരം സർക്കുലറുകൾ നിർബന്ധമായും മഹല്ലുകളിൽ നടപ്പിൽ വരുത്തേണ്ടതാണ്. മുസ്ലിമീങ്ങൾ ഉന്നതമായ സംസ്കാരത്തിന് ഉദാത്തമായ ജീവിത ദർശനത്തിന്റെ വക്താക്കളാണ്. ഈ ബോധം പുതുതായി അവരിൽ നട്ടി വളർത്തി ഊട്ടി ഉറപ്പിക്കണം. സ്ക്വാഡ് പ്രവർത്തനങ്ങളും ക്ലാസുകളും വാലുകളും കാസറ്റുകളും പുസ്തകങ്ങളും മഹല്ലു നേരിട്ട് ലഘുലേഖകളും ഒക്കെ ഇതിന് എത്തിക്കുകയും വേണം. ഓരോ വീടും മാതൃകാ മുസ്ലിം കുടുംബമാക്കാൻ മഹല്ല് ശ്രദ്ധിക്കണം. സദാചാരവും സൽസ്വഭാവവും കാരുണ്യവും വാത്സല്യവും മുസ്ലിമിന്റെ മുഖമുദ്രയാണ്. ഒരു ജീവിയെ കൊല്ലുന്നത് പോയിട്ട് ഒരു വൃക്ഷത്തിന്റെ ചില്ലയോ ഇലയോ പോലും അകാരണമായി മുറിക്കാൻ പാടില്ല. അയൽപക്ക ബന്ധം ഇസ്ലാമിൽ പവിത്രമാണ്. ഗൃഹാന്തരീക്ഷം സൗഹൃദാന്തരീക്ഷമായിരിക്കണം. സ്പർദ്ധയും വിദ്വേഷവും അകറ്റണം. സമുദായ ഐക്യം നിലനിർത്തണം. ഇതൊന്നുമില്ലാത്തിടത്തോളം കാലം സ്വസ്ഥതയും മനസ്സമാധാനവും ശാന്തിയും തകർക്കപ്പെടും. മക്കളെ വശ്യവും വിശിഷ്ടവുമായ സമീപന രീതികൾ പഠിപ്പിച്ച് പരിശീലിപ്പിക്കുകയും സംസ്കാര സമ്പന്നരും അഭ്യസ്ത വിദ്യരുമാക്കണം. ഗൾഫ് സ്വപ്നമുണ്ടെങ്കിൽ പോലും വിദ്യയില്ലെങ്കിൽ നിസ്സാര ജോലികൾ ആൺകുട്ടികളെ പരമാവധി പള്ളിയിലെ ജമാഅത്തുകൾക്ക് അയക്കണം. സ്ത്രീകൾ വീട്ടിൽ ജമാഅത്തായി നമസ്കരിക്കുകയും വേണം. രാവിലത്തെ ഖുർആനും രാത്രിയിലെ ഹദ്ദാദും ഉറങ്ങാൻ കിടക്കുന്നുള്ള സൂറത്തും എല്ലാം കുട്ടികളെ കർശനമായി പഠിപ്പിക്കുകയും ഈ വിഷയത്തിൽ മഹല്ല് ബോധവൽക്കരണം നടത്തുകയും ചെയ്യണം. നോക്കൂ, നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ സൂചിപ്പിച്ചത്. കേബിൾ TV സംസ്കാരം ധർമ്മചിന്തയെയും ദൈവബോധത്തെയും നശിപ്പിക്കും. കുട്ടികളുടെ പഠനവാസന മുരടിപ്പിക്കും. വക്രമായ ലൈംഗിക വാസന വളർത്തും. മഠത്തിൽ നിന്നല്ല കച്ചവടത്തിലും മറ്റു ധനസമ്പാദന മാർഗത്തിലും കർത്തവ്യ നിർവഹണത്തിൽ നിന്ന് പോലും വ്യക്തിയെ പുറകോട്ട് വലിക്കും, അലസനാക്കും. ഈ ഗുരുതര വിപത്തിനെതിരെ മഹല്ല് ശക്തമായ ജാഗരണം നടത്തണം. കമ്മിറ്റിക്കാർ സ്വയം പ്രയോഗവൽക്കരിക്കുകയും വേണം. ഈ വിഷയം നമ്മൾ മഹല്ലിൽ പറഞ്ഞാൽ പോരാ, ഈ വിഷയം കമ്മിറ്റിക്കാർ നേരിട്ട് മഹല്ലിൽ നടപ്പിൽ വരുത്തണം. അവരതിന്റെ ഒന്നാമത്തെ പ്രയോഗവൽക്കരിക്കുന്ന ആദ്യത്തെ മാതൃകാ വ്യക്തികളായി മഹല്ല് കമ്മിറ്റി അംഗങ്ങൾ മാറണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് സലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അതേപോലെ തന്നെ കല്യാണ ആഘോഷ ധൂർത്ത് വർജിക്കണം. അതിന് ഒരിക്കലും സഹായം ചെയ്യരുത്. കല്യാണ ആഘോഷ ധൂർത്ത് ഇത് മഹല്ലിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെന്നെ അത് ചെയ്യുകയാണെങ്കിലും വയലിന് ചെന്നപ്പോൾ ചെറുപ്പക്കാർ ഒന്നിച്ചു കൂടിയിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളെ വയലിന്റെ കാസറ്റൊക്കെ ഞങ്ങൾ കേട്ടിരുന്നു, കല്യാണത്തിന് അനാവശ്യം ചെയ്യാൻ പാടില്ല എന്നൊക്കെ. പക്ഷെ ഞങ്ങളുടെ പ്രസിഡന്റിന്റെ അനുജന്റെ വീട്ടിൽ കഴിഞ്ഞ ആഴ്ച കല്യാണമായിരുന്നു. തലേന്ന് തന്നെയും പിറ്റേന്ന് പകരും പുതിയാപ്പിള ഇറങ്ങുന്നത് വരെ കള്ള് കൊടുത്തിട്ടുണ്ട്. ആ കള്ളിൽ ലോഡാക്കിയവരാണ് പുതിയാപ്പിളിന്റെ പോയത്. മഹല്ലിലും പ്രസിഡന്റാണ് അതിന് വീട്ടിൽ കൂടുതൽ നിന്ന് സഹകരിച്ചത്. മഹല്ലിന്റെ പ്രസിഡന്റിന്റെ അനുജന്റെ വീട്ടിലായിരുന്നു കല്യാണം. ഈ കോഴിക്കോട് ജില്ലയിലെ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞ വർഷം എന്നോട് ആ മഹല്ലിലെ ചെറുപ്പക്കാർ ഒരു ഉപദേശം ചെന്നപ്പോൾ നേരിട്ട് പറഞ്ഞ വാക്കാണ് ഞാൻ ഈ പറഞ്ഞത്. ശ്രദ്ധിക്കുക, നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ഈ ജാതി പേക്കൂട്ടുകൾ കല്യാണത്തിൽ നടത്തുന്ന കാര്യത്തിൽ സാധാരണക്കാരെക്കാൾ കൂടുതൽ ഇന്ന് മാതൃക കാണിക്കേണ്ട ആളുകൾ മുന്നിൽ നിന്ന് ഈ ഇത്തരം നാശങ്ങളെ കൊണ്ടുവന്നാൽ എങ്ങനെ പിന്നെ നടന്നുണ്ടാവും? ഇതാക്കാനവും മറാവുക്കും ഷിറാറൻ വഗ്നിയാവുക്കും ബുഖലാക്കും വഅമൂറുക്കും ഇലാ നിസായിക്കും ഫബത്നുൽ അർളി ഖൈറും മിൻ ലഹരിഹാ വലാ തുബദിർ തബ്ദീറാ.
ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ്ശയാത്വീൻ. അനാവശ്യമായ ആഘോഷങ്ങളുള്ള കല്യാണങ്ങൾ, ഒരുപാട് കല്യാണങ്ങൾ. അങ്ങനെ കല്യാണം പുതിയാപ്പിള ഇറങ്ങുന്ന നേരത്തെ അങ്ങോട്ട് പൊട്ടിക്കും. എത്ര 10,000-ങ്ങൾക്കാ പൊട്ടിക്കുക? പുതിയപ്പെണ്ണ് ഇറങ്ങുന്ന നേരത്ത്, പുതിയാപ്പിള ഇറങ്ങുന്ന നേരത്ത്, അതിന്റെ തലേന്ന് ആഭാസങ്ങൾ. എന്തിനാണാവോ ഈ രാത്രിയും പകലും കല്യാണം? എന്തിനാണ് ഈ കോഴിക്കോട്ടുകാർക്ക് ഒരു സോക്കടാണ് 7 ദിവസം കല്യാണം, 3 ദിവസം കല്യാണം, കുറ്റിച്ചിറ ഭാഗങ്ങളിലൊക്കെ 3 ദിവസം കല്യാണം. എന്തിനാണത്? എന്താ അതിന്റെ ആവശ്യം? ഇതെവിടെ മുസ്തഫ നബിയുടെ സുന്നത്തും നമ്മളും എവിടെ കിടക്കുന്നു? ഇതിന്റെ കല്യാണമാണ്. ഒരു ഭക്ഷണം കൊടുക്കൽ സുന്നത്ത. അടുതന്നെ പുതിയാപ്പിളെ പുതിയൊന്നും വീട്ടിൽ കൂടിയതിന്റെ ശേഷമാണ് ഹബീബ് സുന്നത്താക്കിയിട്ടുള്ളത്. ആളുകളെ വിളിച്ച് നിക്കാഹ് ഹൈലാൻ ചെയ്യും. പിന്നെ അവർ പുര കൂടിയതിന് ശേഷം ഒരു വലീമത്ത് നൽകും. അത് ഹബീബിന്റെ സുന്നത്താകുന്നു. ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് മുസ്തഫ നബിയുടെ അരികിലിരുന്നു. നല്ല സുഗന്ധവാസനയുണ്ട്. ആറസ്ത, ഈ പുതിയാപ്പിള ആയോന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ചയായിരുന്നു എന്റെ കല്യാണം നബിയേ. അപ്പൊ കഴിഞ്ഞ ആഴ്ച ഇവൻ കല്യാണം കഴിച്ചത് ആരും അറിഞ്ഞിട്ടില്ല, ഹബീബ നബി അറിഞ്ഞിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയുണ്ട് നമ്മളെ കല്യാണം? എന്താ നമ്മളെ കല്യാണത്തിന്റെ അവസ്ഥ? മോത്തിലാലിന്റെ പേരക്കുട്ടിയാണ് പ്രിയങ്ക ഗാന്ധിയെ റോബർട്ട് വധേര കല്യാണം കഴിക്കാൻ 10,000-ൽ താഴെ ചെലവുണ്ടായിരുന്നുള്ളൂ പത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മോത്തിലാലിന്റെ പേരക്കുട്ടിയാണ് പ്രിയങ്ക ഗാന്ധി. പ്രിയങ്ക ഗാന്ധിയെ റോബർട്ട് വധേര കല്യാണം കഴിച്ചത് ജനുവരി 10-ാം നമ്പറിലെ വീട്ടിലെ 4 മണിക്ക് ശേഷം ഒരു ചായ സൽക്കാരം നടത്തി കഴിഞ്ഞു. 10,000-ൽ താഴെ ചെലവുണ്ടായുള്ളൂ. ആരെ മോളെ കല്യാണത്തിന്? ആരെ പേരക്കുട്ടിയുടെ കല്യാണത്തിന്? ആരാ മോത്തിലാല്? ബ്രിട്ടീഷ് വൈസ്രോയിയോട് ഇന്ത്യ വിലക്ക് കൊടുക്കോന്ന് ചോദിച്ചാൽ അതാ മോത്തിലാൽ. ഇന്ത്യ രാജ്യം വിലക്ക് തരുമോ എന്ന് ചോദിച്ചാൽ ഭൂമിയുടെ വില ഞാനാണ് തരാം. മോത്തിലാലിന്റെ വീട്ടിന്റെ ഗാർഡൻ ബ്രിട്ടീഷുകാർ നശിപ്പിച്ചു, സൈന്യം. അന്ന് ബ്രിട്ടീഷ് വൈസ്രോയിയെ വൈകുന്നേരത്തെ വിരുന്നിന് ക്ഷണിച്ചു മോത്തിലാലിന്റെ വീട്ടിലേക്ക്, കാശ്മീരിലെ ബംഗ്ലാവിലേക്ക് വിളിച്ചു വരുത്തി. അങ്ങനെ ബ്രിട്ടീഷ് വൈസ്രോയി വന്നു. കാശ്മീർ നല്ല തണുപ്പുണ്ടാവും, നെരിപ്പോടിട്ടിട്ടുണ്ട്. അങ്ങനെ കാണാം, അവരുടെ നെരിപ്പോടുണ്ടാവും അവരുടെ വീട്ടിൽ. അപ്പുറത്ത് ഇപ്പുറത്തുനിന്ന് വർത്താനം പറയും. നമ്മൾ ഈ പഴയ കാലത്തിൽ വൃശ്ചിക മാസത്തിലൊക്കെ തീ കായുമല്ലോ, എന്നതുപോലെ വലിയ പ്രഭുക്കളൊക്കെ നെരിപ്പോട് വെച്ചിട്ട് നെരിപ്പോടിൽ ഇങ്ങനെ കരിയോ മറ്റോ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ അടുത്തിരുന്ന് വർത്തമാനം പറഞ്ഞ് തീ കാഞ്ഞുകൊണ്ട് സംസാരിക്കും. ഇത് ഒരു പ്രമുഖരായ പ്രഭുക്കളുടെ രീതിയാണ്. അങ്ങനെയാ. മോത്തിലാൽ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് വൈസ്രോയി വീട്ടിൽ വന്ന ഉടനെ തന്നെ നെരിപ്പോടിനാക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അപ്പുറം സംസാരിക്കാൻ വേണ്ടി ഇരുന്നു. നെരിപ്പോട് കത്തിച്ചു. ഇനി അതിലേക്ക് പിന്നെ കരിയും കൽക്കരിയോ ഇങ്ങനെ ഇട്ട് കത്തിക്കണം. അതിന് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു ഭൃത്യന്മാരോട്. ഭൃത്യന്മാർ താങ്ങിപ്പിടിച്ച് ഒരു 5-10 അലമാരകൾ കൊണ്ടുവന്നു. അലമാരകൾ ഇങ്ങനെ തുറക്കാൻ വേണ്ടി പറഞ്ഞു. ഓരോ അലമാരകൾ ഇങ്ങനെ തുറക്കും. വലിയ നോട്ടിന്റെ കെട്ട് മോത്തിലാലിന്റെ കയ്യിൽ കൊടുക്കും. മോത്തിലാൽ അതിങ്ങനെ ഇയാളോട് സംസാരിക്കും ചെയ്യും. നിങ്ങളിവിടെ ഇല്ലാന്നാ തോന്നണത്. മോത്തിലാൽ ഇയാളോട് ഇങ്ങനെ സംസാരിക്കും ചെയ്യും. ഓരോ കെട്ട് നോട്ട് തീയിലേക്ക് ഇങ്ങനെ ഇടും. എന്നിട്ട് ഇങ്ങനെ കത്തിക്കും. എന്നിട്ട് ഇങ്ങനെ സംസാരിക്കും. ഇയാൾക്ക് വിറയലായി. ആർക്ക്? വൈസ്രോയിക്ക്. ഇയാൾ ബ്രിട്ടീഷുകാരൻ്റെ ശമ്പളക്കാരനല്ല. ഇയാൾക്ക് പേടിയ എന്താ ഇയാൾ കാണിക്കുന്നത്? 5-10 അലമാര നിറയുള്ള നോട്ടിന്റെ കെട്ട് നേരം വിളിക്കുന്നവരെ സംസാരിച്ച് തരുന്നവരെ കത്തിച്ചെടു കളഞ്ഞു. ആര്? മോത്തിലാൽ. എനിക്കിതൊക്കെ ഇത്രയേ ഉള്ളൂ എന്നതിന് വായന. ആ മോത്തിലാലിന്റെ പേരക്കുട്ടിയെ കെട്ടിക്കാൻ 10,000 രൂപേന്റെ ചെലവ് പോലും ഉണ്ടായിട്ടില്ല. ഇനി നമ്മുടെ നാട്ടിൽ ഒരു അലവിക്കുട്ടിയുടെ മകളെ പള്ളിയിൽ മുണ്ട് വിരിച്ച് കെട്ടിക്കാൻ എത്ര പേരും ഉണ്ടാവും? എവിടുന്നാ മാപ്പിളാരെ എന്നെ നമ്മുടെ തല നന്നാവുക? ഇനി എന്നാ നമ്മളെ തലയൊന്ന് നന്നായി വരുന്ന? വളരെ നമ്മൾ ചിന്തിക്കണം. ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മളെ ബുദ്ധി നമ്മൾ ആർക്കൊക്കെയോ വിറ്റുപോയി. കുറച്ച് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തതിൽ വിരോധമൊന്നുമില്ല. പക്ഷെ ആ ഭക്ഷണം തന്നെ ഇസ്ലാമികമായ ഭക്ഷണം തന്നെ ആയിരിക്കണം. അരി, ഇറച്ചി, അപ്പോൾ തന്നെ മീൻ. എന്താ ഇറച്ചി മീനും റസൂലുള്ളാഹിക്ക് ഇഷ്ടമല്ലല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനെ ഒരു ഭക്ഷണത്തിൽ അപ്പോൾ തന്നെ ഇറച്ചി, മീൻ, കടുക്ക പൊരിച്ചതും കാട പൊരിച്ചതും, കടുക്ക പൊരിച്ചതും കാട പൊരിച്ചതും എന്തിനാ ഇങ്ങനെ ആവശ്യം? ഒന്ന് ബരിയാണ്, ഒന്ന് ബഹരിയാണ്. ബരിയും ബഹരിയും ഒരിക്കൽ കഴിക്കാൻ പാടില്ല. ഇത് വേറെ, ഇത് വേറെ. നിനക്ക് പൈസ ഉണ്ടെന്ന് തോന്നിയാസം കാണിക്കാം. ഇറച്ചിയും ചോറും സാധാരണ കൊടുത്ത് നന്നായി കൊടുത്തു, അൽഹംദുലില്ലാ. അത് കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ എത്ര കാട പൊരിച്ചാലും അവർ കുറ്റം പറയും. എത്ര കാട പൊരിച്ചാലും ഒരു കുറ്റം അവസാനം പറഞ്ഞിട്ടേ പോകുള്ളൂ. അത് വാഴക്ക് അത്ര നന്നായില്ല. ചെറിയ വാഴക്കായ പറയും വാഴക്ക് ഇത്ര ചെറിയ വാഴ ഒക്കെ ഉണ്ടായിട്ടുണ്ടാ വാഴപ്പഴം നന്നായില്ല എന്ന് പറയും.
അന്ന് അത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് വലിയ വാഴ കൊടുത്താൽ പറയും, ഇത്ര വലിയ വാഴക്കായൊക്കെ തന്നാൽ ഈ തീറ്റയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് മനുഷ്യൻ തിന്നാൻ കഴിയും. അങ്ങനെ പറയും. എന്താണെങ്കിലും ഒരു സുഖം ഉണ്ടാവില്ല, തിന്നാൻ കൊടുത്തവന് ഒരു സുഖം ഉണ്ടാവില്ല. അപ്പൊ ഒരു ഇറച്ചിയും ചോറും പഴയ കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് കല്യാണങ്ങൾ എങ്ങനെയാ, രാത്രിയാ കല്യാണം, ഇങ്ങനെ കൂടിയിരിക്കും. പക്ഷേ പുതിയാപ്പിളൊക്കെ പോകുന്ന സമയത്ത് പുതിയണ്ടൊക്കെ വന്നാൽ ഇങ്ങനെ ഭക്ഷണം വിളമ്പും, ഇങ്ങനെ ഭക്ഷണം വിളമ്പും, ഇങ്ങനെ എല്ലാവരും കൂടിയിരിക്കും. ഇങ്ങനെ ഇലയിടും, ഇലയിലേക്ക് മുകൾ ഭാഗത്തുനിന്ന് വലിയ കൊട്ടേന്ന് ചോറ് ഇങ്ങനെ കൊട്ടി കൊടുക്കും. എന്നിട്ട് മുകൾ ഭാഗത്തുനിന്ന് ഇറച്ചിട്ട് കൊടുക്കും. നിങ്ങളതൊക്കെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇല്ല, അനുഭവിച്ചിട്ടില്ലേ? അങ്ങനെ കൂടെ ഇരുന്നിട്ട് ഇല്ല, ഓർമ്മയില്ല അതൊക്കെ? അല്ല, ഓർമ്മയില്ല. അതിലൊക്കെ നല്ല വലിയ കഷ്ണങ്ങൾ ഉണ്ടാവും. ഇരുട്ടിൽ ചിലപ്പോൾ വേണ്ടത്ര വെളിച്ചം, പെട്രോൾ മാക്സിന് വെളിച്ചം ദൂരമാവും. നല്ല കഷ്ണം ഒരാൾ പിടിച്ചിട്ട് കഴിക്കാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഉരുളക്കിഴങ്ങായിരിക്കും, മനസ്സിലായില്ല. ഇറച്ചിയാന്നേരി പിടിച്ചത് എന്താണ്? ഇതില് കുറച്ച് ഇറച്ചിയും കൂടുതൽ ഉരുളക്കിഴങ്ങായിരിക്കും, അല്ലെങ്കിൽ കുമ്പളങ്ങ, ഇളവനെ, ഇല്ലേ? ഇതൊക്കെ ഓർമ്മയില്ലേ അജരെ? ഇങ്ങനെയായിരുന്നു ഭക്ഷണം. ആ ഒരു ഇറച്ചിയും ചോറും കിട്ടാൻ വേണ്ടി 4 മണിക്ക് പോയി കാത്തിരിക്കും. അതിനിടയിൽ ഒന്നോട് കൊടുക്കില്ല. അങ്ങനെ കാത്തിരിക്കും. ഇതായിരുന്നു ആ കാലഘട്ടത്തിലെ മനുഷ്യന്മാർ. കല്യാണത്തിനൊക്കെ വിളിക്കേണ്ടതില്ല, പോവെല്ലാവരും. കാരണം കല്യാണം എല്ലാവരുടേതുമാണ്, അങ്ങോട്ട് പോവെല്ലാവരും. അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ? അങ്ങനെയൊക്കെ ആയിരുന്നു ആ കാലം. മനുഷ്യന്മാർക്ക് ഭക്ഷണം വലിയ വിഷമമൊക്കെ ആയിരുന്നു. ഇന്നത്തെ അവസ്ഥ എന്താ? അപ്പൊ ഈ ഭക്ഷണത്തിലൊക്കെ തന്നെ നല്ല ഇറച്ചിയും നല്ല കറിയും ഒക്കെ കൊടുത്തു, അതൊക്കെ നല്ലത് തന്നെയാണ്. ഭാര്യയും എന്തിനാ രണ്ടും കൂടെ കൂട്ടിയത്? എന്തിനാ ഈ ഒരു ഇറച്ചി കൊടുത്തെടുത്ത് തന്നെ എന്തിനാ നല്ല ഐക്കോറ പൊരിച്ചത്? അത് എന്തിനാ നീ അത് ചെയ്തത്? റസൂലുള്ളാഹിക്ക് താല്പര്യം ഉണ്ടോ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യയും കഴിക്കുന്നവർക്ക് രോഗം വരുമെന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചിട്ടില്ലേ? ഇല്ലേ? വായിച്ചല്ലോ. ശ്രദ്ധിക്കണം. തിബ്ബിൽപ്പെട്ടതാ, തിബ്ബുൻ നബവിയിൽപ്പെട്ടതാ. ഭാര്യയും കൂടെ കേൾക്കാൻ പാടില്ല. ഭാര്യയും കൂടി ആവുമ്പോൾ ശരീരത്തിന് അത് ദോഷം ചെയ്യും. അത് നമ്മുടെ മുൻഗാമികൾ പറയുകയും ചെയ്യും. ഇറച്ചി മീനും ഒപ്പം കഴിച്ചാൽ ഛർദ്ദിക്കും, ഇല്ലേ? ഇല്ലേ? അങ്ങനെ പറയാറുണ്ടായിരുന്നില്ലേ കുണികളെ? അതൊക്കെ അങ്ങോട്ട് വലിച്ചെറിഞ്ഞു പോയി. അപ്പൊ ഈ വിഷയത്തിൽ ഈ ഇന്നത്തെ ആർഭാടങ്ങളിൽ ശ്രദ്ധിക്കണല്ല പോലെ. അതേപോലെ തന്നെ എൻ്റെ അള്ളാഹിനോട് ദുആ ചെയ്തിട്ട് ഒരുപാട് ദുആ ചെയ്തൊരു പുതിയാപ്പള കിട്ടിയതായിരിക്കും. ആ പുതിയാപ്പളയുടെ പിന്നാലെ പറഞ്ഞേക്കുന്ന വിഷയം, അന്നൊരു മാന്യമായ വസ്ത്രം പോലും ഈ പെണ്ണിന് നമ്മൾ അണിയിക്കൂല. അന്നും തലയിൽ വസ്ത്രം ഇടുകയില്ല. ഒരു നെറ്റ്, ഒരു കുറച്ച് പൂമാലയും ഒരു നെറ്റും, ഇതൊക്കെ നമ്മൾ സർവ്വസാധാരണയാകും. സത്യത്തിൽ ഇത് എങ്ങനെ അള്ളാഹു സ്വീകരിക്കും? ഇതെന്ത് പ്രവർത്തനാണ്? ഇതെങ്ങനെയാ അള്ളാഹു അംഗീകരിക്കും? അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ അതിശക്തമായ ബോധവൽക്കരണം നടത്തൽ വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. ഇതാക്കാന ഉമറാവുക്കും. ഇവിടെ ഉമറാക്കളാണ് പലപ്പോഴും നേതൃത്വം കൊടുക്കുക. അവരുടെ വീടുകളിലാണ് ഈ നാശങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാവുക. പാണക്കാട്ടെ പ്രധാനപ്പെട്ട ഒരു അഹ്ലു ബൈത്ത് നിക്കാഹ് നടത്തുന്നു. ഞാൻ അടുത്തുണ്ട്. നിക്കാഹ് നടത്തി ഒരു പ്രധാനപ്പെട്ട ആളുടെ വീട്ടിലെ കല്യാണം. നിക്കാഹ് അങ്ങോട്ട് കഴിഞ്ഞോടുകൂടനെ സുബ്ഹാനല്ലാഹ് ചെവി പൊട്ടിപ്പോയി. അങ്ങോട്ട് പെട്ട ഭയങ്കരമായി. എന്തിനീ സാധുക്കളായ അഹ്ലു ബൈത്തിനെ ആലിമീങ്ങളെയും കൂടെ അതിൽ കൊണ്ടുപോയി ഭക്ഷണമാക്കേണ്ട ആവശ്യം? ഇതൊക്കെ നമ്മൾ വളരെ ചിന്തിക്കണം. അതുകൊണ്ട് ഇത്തരമുള്ള അനാവശ്യമായ ആർഭാടങ്ങൾക്കെതിരെ മഹല്ല് ശക്തമായി ബോധവൽക്കരണം നടത്തണം. വലാ തുബദ്ദിർ തബ്ദീറാ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാത്തീൻ. 100 പവനും അതിലേറെയും കൊടുക്കുന്ന സമ്പ്രദായങ്ങൾ ഇല്ലാതാക്കണം. ഒരു പെണ്ണിന്റെ അത്യാവശ്യ പവനം കൊടുക്കുന്നതിന് വിരോധമല്ല. ഒരു 100 പവനും അതിന് എന്തൊക്കെയില്ല, അതിന്റെ ആവശ്യം എന്താ? ഈ പൊന്നിന്റെ കടകൾ മുഴുവനും, കേരളത്തിലെ പ്രധാനപ്പെട്ട പൊന്നിന്റെ കടകൾ മുഴുവനും മുസ്ലിമേതരായ ചില ആളുകൾക്ക്, അവർ ഈ മലബാറിൽ മുഴുവനും ഈ സ്വർണ്ണ സ്ഥാപനങ്ങൾ ഇത്തരം വളർത്താൻ പ്രധാനപ്പെട്ട കാരണം മുസ്ലിം നാടുകളിൽ, അവരെ നാടുകളിൽ പോലും ഈ ആഭരണ ഭ്രമമില്ല. ഞാൻ പറയട്ടെ, ഞാൻ ആലുക്കാസിന് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ആലുക്കാസ് ഇവിടെ ഒരു കച്ചവടം നടത്തുന്നത് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ആലുക്കാസ് ഏത് നാട്ടിൽ നിന്ന് വരുന്നോ ആ നാട്ടിലില്ലാത്ത കച്ചവടമാണ് ആലുക്കാസിന് കോഴിക്കോട്ട്. ഈ കോഴിക്കോട്ട് അതെന്താ കാരണം? ഒരു ബോധമില്ലാതെ ആഭരണ ഭ്രമം തലേ കയറി കൂടിയത്. എന്തെങ്കിലും രക്ഷപ്പെട്ടെങ്കിൽ ദാറുൽ ഖുർആനിലേക്ക് ഓരോ വള കൊടുത്തിട്ടുള്ളത് സന്ദർഭമായി പറഞ്ഞതൊന്നും കൂടി ആവർത്തിച്ചതാണ്. ഇങ്ങനെയാണ്. ചുരുക്കത്തിൽ ഇതൊക്കെ കൊണ്ട് പ്രധാനമായി ശ്രദ്ധിക്കുക. എല്ലാവരും ഇതൊക്കെ കൊണ്ട് ഗൗരവമായി മനസ്സിലാക്കണം. ഇത് തമാശയായ സംഗതിയല്ല. വിവാഹത്തിന്റെ ഇസ്ലാമിക മാനം, ഇതേക്കുറിച്ചൊക്കെ ലഘുലേഖകൾ വിതരണം ചെയ്യുകയും ആ വിഷയത്തിലൊക്കെ ശക്തമായ ബോധവൽക്കരണം നടത്തുകയും ചെയ്യലും ആവശ്യമാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, പലിശകൾ ഇന്ന് നാട്ടിൽ പലിശയുടെ ആളുകൾ ഇന്ന് വിലസിക്കൊണ്ടിരിക്കുന്നു. മലബാർ മുഴുവനും വെട്ടിപ്പലിശക്കാർ, ഏത് നാട്ടിലും പലിശയുടെ ആളുകൾ. ഈ വിഷയത്തിൽ മഹല്ല് കമ്മിറ്റി ബോധവൽക്കരണം നടത്തണം.
ഇദാ ളാറ ഫീ ഖൗമിൻ സിനാ വറിബ അഹല്ലല്ലാഹു ബിഅൻഫുസിഹിം അദാബഹു. മുസ്ലിമീങ്ങൾ പലിശക്ക് കൊടുക്കുന്ന മഹല്ലുകളുണ്ട്. പക്ഷെ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഉറക്കെ പറ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പലിശ 73 വകുപ്പുകളുണ്ട്. അതിലേറ്റവും ചെറിയ വകുപ്പ് പോലും സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് സമമാണ്. ഹബീബായ നബി പറഞ്ഞു, പലിശ 73 വകുപ്പുണ്ട്. അതിൽ ചെറിയ വകുപ്പ് പോലും സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് സമമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഹാക്കിം ഈ ഹദീസ് രേഖപ്പെടുത്തി. ശ്രദ്ധിക്ക്. ഇതാരാ പറഞ്ഞു കൊടുക്കേണ്ടത്? ഈ വിഷയത്തിൽ തീരുമാനേണ്ടതാക്ക ആരാ? മുസ്ലിമീങ്ങൾ പലിശക്കാർ. പലിശ കൊടുക്കുന്ന മുസ്ലിമീങ്ങൾ ഓരോ മഹല്ലിലും പലിശക്ക് കൊടുക്കുന്ന മുസ്ലിമീങ്ങൾ. കൊടുക്കലും വാങ്ങലും ഒരുപോലെയാണ് താനും. ആഖിലുർ റിബ മുക്കിലുഹു വകാതിബുഹു വശാഹിദുഹു വനാഫിഉ കുല്ലുഹും സവാ. സ്വഹീഹ് മുസ്ലിം ഖാല റസൂലുള്ളാഹി. അതുകൊണ്ട് മഹല്ലി വിഷയത്തിൽ ബോധവൽക്കരണം നടത്തണം. പലിശക്കെതിരെ ബോധവൽക്കരണം നടത്തൽ പ്രധാനപ്പെട്ട കാര്യമാകുന്നു. നിർബന്ധമായും ഈ വിഷയത്തിൽ ബോധവൽക്കരണം നടത്തിയിരിക്കണം. അത്തരം ആളുകളെ വേറിട്ട് വന്ന് ഉപദേശിക്കണം. ഒരിക്കലും അവർ പിന്മാറുന്നില്ലെങ്കിൽ അവരോട് മഹല്ലിന്റെ സഹകരണത്തിൽ നിന്ന് മഹല്ല് മാറണം. വേറെ ആരെങ്കിലും സഹകരിച്ചാലോ സഹകരിച്ചോട്ടെ, നമ്മൾ അവരോട് സഹകരിക്കണ്ട. പലിശക്കാരൻ വീടുണ്ടാക്കി അവന്റെ വീട്ടിൽ വീടുദ്ഘാടനത്തിന് ഉസ്താദ് തന്നെ പോവുക. ഇതിനു വേണ്ടി അവൻ എന്ത് ചെയ്യാ? പള്ളിയിലെ ഹൗളും കര ഒന്ന് പൊളിച്ചിട്ടോ നന്നാക്കി കൊടുക്കുകയും ചെയ്യുക. കമ്മിറ്റിക്ക് തൃപ്തിയായി. പഴയ കാലത്ത് നല്ല മനുഷ്യന്മാര് വയറിൽ പറഞ്ഞ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഹൗള് പൊളിച്ച് കളഞ്ഞിട്ട് നാട്ടിലെ പലിശക്കാരൻ പിന്നെ പൈപ്പും എന്താ പറയാ, അടിയിലിടുന്ന എന്താ പറയാ, മാർബിൾ ടൈൽസും വെച്ച് കൊടുത്ത ഹൗളിന്റെ സ്ഥലങ്ങൾ കേരളത്തിലെ ചില പള്ളികളിലുണ്ട്. കുറച്ചോ നമ്മളെ കാക്കട്ടെ. ഈ പുതിയ പള്ളിയിലൊക്കെ കയറുമ്പോൾ സൂക്ഷിക്കണം. കേരളത്തിലെ ചില പള്ളിയെ പറഞ്ഞു, എനിക്കറിയുന്ന ഒരു പള്ളിയാണ്. ആ പള്ളിയുടെ ഹൗളും കരയും ആരോ പൈപ്പൊക്കെ വെച്ചു കൊടുത്താൽ നാട്ടിലെ ഒരു പലിശക്കാരൻ അവന്റെ പലിശയെ ധാർമ്മികവൽക്കരിക്കുക. പലപ്പോഴും പലിശക്കാർക്ക് സ്വഭാവമുണ്ട്. ഏത് പിരിവിനും കൂടുതൽ കൊടുക്കുക. നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഏത് കൂടുതലും പിരിവ് കൂടുതൽ കൊടുക്കൽ പലിശക്കാരായിരിക്കും. അതിലൂടെ എന്തുണ്ടാവും? ഒരു ധാർമ്മികമായ രീതി, ഒരു അടച്ചുവെക്കൽ. നാട്ടുകാർ പറയും ചെയ്യും, എന്താണെങ്കിലും നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും ചെയ്യും. മനസ്സിലായില്ല? നമുക്കത് മടിയാണ്. നമുക്ക് എന്ത് മടിയെന്നറിയോ? നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇടക്കിടക്ക് ഓരോ ചാക്കാരി നമുക്ക് കിട്ടുകയും ചെയ്യാം. പിന്നെ സമ്മേളനത്തിന് അവന്റെ ഭാഗം ഒരു വണ്ടിയും വിട്ടാൽ നമുക്ക് മോമിനായി. ഇതാണ് ഏറ്റവും വലിയ മോമിനിന്റെ തെളിവാണ് ഇതൊക്കെ. ഇങ്ങനെയൊക്കെ ആയാൽ നമ്മുടെ സ്വന്തം ആളാണ്. ആരാ നമ്മുടെ സ്വന്തം ആള്? അങ്ങനെ പറയാം, നമ്മുടെ സ്വന്തം ആളാണ്. സ്വന്തം ആളാണ്. ആളെന്താണെങ്കിൽ നമ്മൾ സ്വന്തം ആളാ. ആരാണ് ഈ സ്വന്തം ആള്? ആരാണ് ഈ ആള്? ഈ സ്വന്തം ആളെന്ന് പറയാനുള്ള ന്യായതാണ് എന്ത്? നമ്മളെ ക്യാമ്പ് നടത്തിയപ്പോൾ അവനാണ് പൈസ കൂടുതൽ ചെലവാക്കിയത്. ഒരു ചാക്കി അരി അവന്റെ വകയാണ്. നമ്മളെ സമ്മേളനം നടത്തിയപ്പോൾ വണ്ടി അവന്റെ വകയാണ് വിട്ടത്. ഏത് കാര്യം പറഞ്ഞാലും അവനാണ് കൂടുതൽ തരിക. ഇനി നാട്ടിൽ ആരാ പലിശ കൊണ്ട് മാത്രം ഉണ്ടാക്കിയതാ? എന്താ നമ്മൾ പിന്നെ പറയാ? കാര്യം എന്താണെങ്കിലും നമ്മളൊരു കാര്യം പറഞ്ഞാല് ഒന്നും കിട്ടും എതിര് പറയില്ല. നമ്മളെ സ്വന്തം ആളാ. നമ്മളെ സ്വന്തം ആള് കാരണം നീ അവന്റെ സ്വന്തം ആളാന്ന് അതിന്റെ മേന. അല്ലാതെ ശംസുലുലമയും കണ്ണെത്തുന്ന അവന്റെ ആളെന്ന് അതിന്റെ മേനല്ല. ഇതൊക്കെ നമ്മളെ കാലത്തേക്ക് ഒരു രീതിയായി മാറിയിട്ടുണ്ട്. ഇത്തരം ക്രിമിനൽസുകളെ വർദ്ധിപ്പിച്ചു. 20 കൊല്ലത്തിനിടയിലാണ് മലബാറിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽസുകൾ മഹലിൽ കൂടിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് പറയാൻ ഒരു അവസരം കൂടി നിങ്ങൾ എനിക്ക് തരണം. മലബാറിൽ ഏറ്റവും ക്രിമിനൽസ് കൂടിയിട്ടുള്ളത് 20 കൊല്ലത്തിനിടയിലാണ് മലബാറിലെ മഹല്ലുകളിൽ. അതിന് കാരണം മലബാറിൽ ഒരു വിഷമകരമായ ഒരു പാർട്ടീഷൻ മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടായപ്പോൾ ഇത്തരം ചില ക്രിമിനൽസുകൾ അതിൽ മുതലെടുത്തു എന്നും ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. ഗൗരവമായ ഒരു വിഷയമാണ് ഞാൻ ഈ പറഞ്ഞത്. ക്രിമിനൽസുകൾ ഒന്നിരിക്കലും അങ്ങോട്ട് ചാരും അല്ലെങ്കിൽ ഇങ്ങോട്ട് ചാരും. എന്താണെങ്കിലും അവർ അതിലൂടെ ഒരു സിറ്റിംഗ് ആയി അവർക്ക് തന്നെ ഇവർ വേണ്ട സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യും, അവിടെ ചെയ്യും. അപ്പൊ ഈ ക്രിമിനൽസുകൾ ഇങ്ങനെ കളപൊങ്ങി. നമ്മൾ വിഷയം മനസ്സിലാക്കിയില്ല. 20 കൊല്ലത്തിനിടയിൽ മലബാറിൽ അഭിപ്രായക്കേടിന്റെ മഹല്ലുകൾ വർദ്ധിച്ചു. മഹല്ലുകളിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ പരസ്പരം ദിഫായ് ചെയ്യൽ നിർബന്ധമായി. അതിനിടയിൽ കള്ളുകുടിയന്മാരും വ്യഭിചാരികളും കരിഞ്ചന്തക്കാരും പലിശക്കാരും ഒക്കെ വലിയ ആളുകളായി മാറുകയും ചെയ്തു. അപ്പൊ ഏറ്റവും കൂടുതൽ ക്രിമിനൽസുകൾ വളർന്നത് 20 കൊല്ലത്തിനിടയിലാണ്. അപ്പൊ ഇനിയെങ്കിലും വളരെ ഗൗരവമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്.
പടച്ചോൻ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒന്ന്. രണ്ടാമത്, ഇത്തരം പലിശക്ക് കൊടുക്കുന്നവരോ പലിശക്കാരിൽ നിന്ന് വാങ്ങുകയോ ചെയ്യുന്നവർ മഹല്ല് കമ്മിറ്റിയിലുണ്ടെങ്കിൽ ഒഴിവാക്കേണ്ടതാവുന്നു. എന്തുകൊണ്ട്? എല്ലാരും ഒരുപോലെയാണെന്ന് ഹബീബായ നബി. പലിശക്ക് വാങ്ങിയവനും പലിശ കൊടുത്തവനും ഒരുപോലെയാണ്. പലിശ വാങ്ങിയാനും പലിശ കൊടുത്തവനും ഒരുപോലെയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വളരെ ശ്രദ്ധിക്കണം. ലാ യഖൂമൂന അല്ലദീന യഅകുലൂന الربا ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു الشൈത്താൻ. വിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. വളരെ ചിന്തിക്കണം. ഞാനത് പറഞ്ഞാൽ തീരൂല്ല. ഇനി ഒരു കാലഘട്ടം വരും, പലിശയുടെ വിഷയം പറഞ്ഞിട്ട് അവിടെ ബഹുമാനപ്പെട്ട ഹാഫിദ് റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരി വിശദീകരിക്കുക. യക്തുറു തആമുലു الناس بالربا وينتقل من يد الى يد فيختلط بالحلال والحرام. ഹലാലും ഹറാമും പലിശയും കൂടി കൂടിക്കലരും. ഫലാ യുസ്ലിമു മിൻ ശർരിഹി അഹദുൻ. പിന്നെ ഒരാളും രക്ഷപ്പെടുകയില്ല. അതിന് പിന്നെ ഒരാൾ രക്ഷപ്പെടുകയില്ല. അത് കാരണമായി നാട്ടിൽ ഒരുപാട് നാശങ്ങൾ ഉണ്ടാകും. ഏതൊക്കെയാണ് നാശം? ഒന്ന്, അൽ മഹാലികു ബിൽ അംറാലി. രോഗം കൊണ്ട് മനുഷ്യന്മാർ കുഴങ്ങും. പലിശയുടെ ധനം, ഹറാമിന്റെ ധനം നാട്ടിൽ അധികരിച്ചാൽ രോഗം അധികരിക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. റസൂലുള്ളാഹി പറഞ്ഞ ചില നിയമങ്ങൾ: വ്യഭിചാരം കൂടിയാൽ മരണം കൂടും, പലിശ കൂടിയാൽ മാനസിക രോഗം കൂടും. ഹബീബ നബി പറഞ്ഞു, ഇദാ കതുറ ഫീ ഖൗമിൻ الزنا കതുറ ഫീഹിമുൽ മൗത്ത് ഇദാ കതുറ ഫീഹിമുർ റിബാ കതുറ ഫീഹിമുൽ ജുനൂൻ. ഒരു നാട്ടിൽ വ്യഭിചാരം കൂടിയാൽ മരണം കൂടും. ഒരു നാട്ടിൽ പലിശ കൂടിയാൽ ഭ്രാന്ത് കൂടും, മാനസിക രോഗം, ഭ്രാന്ത്. ഒന്നും കൂടെ പറയാ. ഒരു നാട്ടിൽ വ്യഭിചാരം കൂടിയാൽ മരണം കൂടും. മരണം 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 മരണമല്ലാതെ എന്താ വർത്തമാനം പറയാനുള്ളത്? ഒരാൾ പറയുകയാണെങ്കിൽ പറയും, ഞാൻ മരിച്ചെടുത്തുനിന്ന് വരികയാണ്, എല്ലാവരും മരിച്ചെടുത്ത് പോവാണ്ട്. എപ്പോഴോ ഒരാൾ മരിച്ചിരുന്ന ഒരു കാലമൊക്കെ കഴിഞ്ഞിട്ട് മരണം മരണം, എവിടെയും മരണം. ഒരു ജനതയിൽ മരണം കൂടിയാൽ, രോഗം, വ്യഭിചാരം കൂടിയാൽ മരണം കൂടും, മരണസംബന്ധമായ രോഗം ഇതൊക്കെ കൂടും. ഒരു ജനതയിൽ പലിശ കൂടിയാൽ ഭ്രാന്ത് കൂടും. എവിടെയും വസ്വാസ്. ഈ പരിപാടി തുടങ്ങിയിട്ട് എത്ര ചെറുപ്പക്കാരെന്നോട് വസ്വാസാന്ന് പറഞ്ഞു പറയും. വസ്വാസ് ഭ്രാന്താണ്. അത് ഭ്രാന്താണ്. ഒരു നബിക്ക് വസ്വാസം കേട്ടില്ലല്ലോ ലോക ചരിത്രത്തിൽ. നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ? ഒന്ന് പറഷ്ട. വസ്വാസ് ഭ്രാന്താണ്. ഭ്രാന്ത് പല രൂപത്തിലുണ്ട്. ഇങ്ങനെ ഹൗലിലെ വെള്ളം ഇങ്ങനെ കാണിച്ചിട്ട് കഴമ്പ് ഉസല്ലി പറലൂഹി നടന്നു പോയി. പിന്നെ അടുത്ത കഴമ്പെടുത്തു. ഉളുവിന്റെ ഫർലിനെ ഞാനിതാ ഹലാക്കാക്കുന്നു എന്ന് പറഞ്ഞോട് കൂടെ എന്തായി? ഇവൻ സ്വയം ഹലാക്കാകാണ്. അത് കയ്യിൽ നിന്ന് പോയി. പിന്നെ അടുത്ത ഹലാക്കാകൽ. അവിടെ ഒന്നാം ജമാഅത്തും രണ്ടാം ജമാഅത്തും നിസ്കാരം വഖത്ത് കഴിഞ്ഞിട്ട് ഇവൻ ഹലാക്കാക്കി കഴിഞ്ഞില്ല. ഇവൻ അവനെ ഹലാക്കാക്കിയതാണ്. ഞാൻ നിസ്കാരം ഹലാലാകാൻ വേണ്ടി ഞാൻ ഹലാക്കാക്കിയതാണോ ചെയ്തത്? ഇതിന് കയമ്പെടുക്കാത്ത ഭ്രാന്താണ്. ലോക ചരിത്രത്തിൽ ഒരു നബിക്ക് വസ്വാസം അല്ല. ഒരു നബിക്ക് വസ്വാസില്ല, ഭ്രാന്തില്ല. അത് ഭ്രാന്താണ് ഈ വസ്വാസ്. ഇത് ഭ്രാന്താണ്. ഹറാമിന്റെ മുതൽ കൂടിയ ജനതയിൽ ഭ്രാന്ത് ഉണ്ടാവും. ഓക്കെ. പിന്നെ എല്ലാവർക്കും ഭ്രാന്ത് ഉണ്ടാവുമ്പോൾ ഒരാൾക്കായിട്ട് മനസ്സിലാവില്ല ആർക്കാണ് ഭ്രാന്ത്. അതാണ് പ്രശ്നം. എല്ലാവർക്കും ഭ്രാന്തായി പോയാൽ, ഇപ്പൊ ഉദാഹരണം പറയാം, ഭ്രാന്താശുപത്രിയിലെ എല്ലാ രോഗികളും തമ്മിൽ വർത്താനം പറഞ്ഞ് നടക്കുന്നുണ്ടാവും. അവർ തമ്മിൽ പറയണ എന്താണ്? പുറത്തൊക്കെ ഉള്ള മനുഷ്യന്മാരൊക്കെ അതെന്താണ് വല്ല അന്തമുണ്ടോ എന്നാ പറയുന്നത്? ആര്? ഈ ഊളംപാറയും കുതിരവട്ടത്തൊക്കെ ഉള്ള ആളുകള് തമ്മിൽ കണ്ടുമുട്ടിയാൽ പറയാം, എന്റെ കുടുംബം, എന്റെ മക്കളൊക്കെ കാര്യം സുഖമല്ല, ഒന്നിനും അന്തല്ല എന്താ പറയാ. അങ്ങനെ പറയാം. പിടിച്ച് ചെങ്ങലൊക്കെ ഇട്ട് കൂട്ടിയിട്ട് അച്ഛനോട് എങ്ങനെ പെരുമാറണമെന്ന് അവർക്ക് അറിയില്ല. എന്താണ് അവരൊക്കെ കഥ എന്നാണ് പറയാം. ആര്? ഒരു ഭ്രാന്തൻ മറ്റേ ഭ്രാന്തനെ കാണുമ്പോൾ മറ്റേ ഭ്രാന്തൻ ഇങ്ങോട്ട് പറയും. പുറത്തുള്ള ആളുകൾക്ക് ഭ്രാന്തൻ അവർ മനസ്സിലാക്കണം. അപ്പൊ എല്ലാവർക്കും ഭ്രാന്തായ പിന്നെ അത് അങ്ങനെ വിചാരിക്കൂല. അങ്ങനെയാണ് അതിന്റെ കണക്ക്. അങ്ങനെയാണ്. ചിന്തിക്കണം. ചുരുക്കത്തില് ഈ ഒരു ഭ്രാന്ത് എല്ലാരെയും ഇന്നും മൂടിയിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കാം, അത് നീട്ടി പറയുന്നില്ല. ചുരുക്കത്തിൽ അതൊക്കെ ഒന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇത്തരം പലിശയുടെ കാര്യം, പലിശയുടെ ഇടപാടുകൾ നടത്തുന്നവരും മഹല്ല് കമ്മിറ്റിയിൽ അവരെ ഉൾപ്പെടുത്താതിരിക്കുക. അതേക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക.
ഈ വിഷയങ്ങളൊക്കെ ശക്തമായി നല്ല പോലെ ബോധവൽക്കരണം നടത്തുക. ഇല്ലെങ്കിൽ നാട്ടിൽ വലിയ നാശങ്ങൾ ഉണ്ടാവും. പക്ഷേ ഇത് പറയുമ്പോൾ മഹല്ല് കമ്മിറ്റി സക്കാത്ത് കാര്യക്ഷമമാക്കാൻ വേണ്ടി പ്രവർത്തിക്കണം. എന്ത് പറഞ്ഞാൽ പോരാ, നിങ്ങൾ കുറച്ച് നിയമങ്ങൾ പറയട്ടെ. ഒരിക്കലും ഒരു ഉറുപ്പിക പലിശക്ക് വാങ്ങേണ്ട ഒരവസ്ഥ ഒരു മഹല്ലിലെ മുസ്ലിമിന് ഉണ്ടാവുകയേ ഇല്ല. ഇനിയും വിവരം വേണ്ടവർ ഇത് കഴിഞ്ഞിട്ട് എന്നെ കണ്ടാൽ ഞാൻ പറഞ്ഞുതരാം. ഒരു കാരണവശാലും ഒരു മഹല്ലിലെ ഒരു മുസ്ലിമിന് പലിശക്ക് വാങ്ങേണ്ട ഒരു പ്രശ്നം അവന്റെ നിത്യവൃത്തിക്കുണ്ടാവില്ല. ചിലപ്പോൾ എന്തിനുണ്ടാവും അവന്റെ മേലാളക്കൊതി കൊണ്ട് ഒരു കട 2 കടയാക്കാൻ വേണ്ടി എന്ത് ചെയ്യും? പലിശക്കടം അവനും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലെങ്കിൽ എന്തുകൊണ്ട് 2 കാര്യങ്ങൾ അതിന് പരിഹാരമുണ്ട്. 1 സക്കാത്ത് നിർബന്ധമാണ്, 2 സ്വതക്കയും നിർബന്ധമാണ്. എന്താ പറഞ്ഞത്? ഒന്ന് പറ. എന്താ ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞ വാക്കുകൾ നല്ലോണം ശ്രദ്ധിക്കണം. 1 സക്കാത്ത് നിർബന്ധം, 2 സ്വതക്ക നിർബന്ധമാണ്. ഒന്നുകൂടി പറയാം. സക്കാത്ത് നിർബന്ധമാണ്. ഓർക്കെ പറ. സക്കാത്ത് നിർബന്ധമാണ്, സ്വതക്ക നിർബന്ധം. കേട്ടോ. നാട്ടിൽ ആരില്ലെങ്കിലും ഒരു മഹല്ലിൽ ഒരു അവകാശവുമില്ലെങ്കിലും ധനാഢ്യന് സക്കാത്ത് നിർബന്ധമാണ്. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? അതുള്ള നാട്ടിലേക്ക് നിങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്ക്. സക്കാത്തും നിർബന്ധമാണ്. ഒന്ന് പറയട്ടെ, എന്തിനാ പേടിക്കണത്? ഞാനല്ലേ പറഞ്ഞു, ഈ കേസറ്റിൽ നിന്റെ ശബ്ദമല്ലേ ഉള്ളൂ, നിന്റെ ശബ്ദമല്ലല്ലോ. ഈ എന്തിനാ പേടിക്കണത്? പറ. ഇതുവരെ സദക്ക സുന്നത്ത് നല്ല കേട്ടത്, ഇതിപ്പോ എന്താ പുതിയ ഇസ്ലാമാണ്? അങ്ങനെയാണോ എൻ്റെ ക്ലാസ്? അതുകൊണ്ട് നിനക്ക് നല്ല ധൈര്യം ഉണ്ടെങ്കിൽ പിടിച്ചിരുന്നാൽ മതി. ഈ ക്ലാസ് കേട്ടോ. ധൈര്യമുള്ള ആളുകൾക്കൊക്കെ ഇങ്ങോട്ട് വരാം. ആർക്കൊക്കെ ഫുഖഹാക്കൾ ഉണ്ടെങ്കിലും വരാവുന്നതാണ്. എത്ര വലിയ ഫുഖഹാക്കൾക്കും വരാവുന്നതാണ്. ഞാൻ പുതിയ നിയമം പൊട്ടിക്കാൻ പോവാണ്. കേട്ടോ. സക്കാത്തും നിർബന്ധമാണ്, സ്വതക്കയും നിർബന്ധമാണ്. സക്കാത്ത് നിരുപാധികം നിർബന്ധമാണ്, സ്വതക്ക സ്വാഭാധികവും നിർബന്ധമാണ്. അതെ, ഞാൻ ത്വഹഫ തന്നെ വായിക്കോളൂ, പുറത്തുനിന്നും വായിക്കില്ല. ത്വഹഫ മാത്രമേ വായിക്കുള്ളൂ, പുറത്തുനിന്നും വായിക്കില്ല. നാട്ടിൽ അവകാശികൾ ഉണ്ടായാലും ഇല്ലെങ്കിലും സക്കാത്ത് നിർബന്ധം. അടിസ്ഥാന ആവശ്യത്തിന് ബുദ്ധിമുട്ടിയ ഫുഖറാ നാട്ടിലുണ്ടെങ്കിൽ അഗ്നിയായിന് സ്വതക്ക തജിബു അലൽ അഗ്നിയായി. സ്വതക്ക സക്കാത്ത് അല്ലാത്ത സ്വതക്ക വാജിബാണ്. ത്വഹഫ 9, 257, 258 എടുത്തു നോക്ക്. ഒന്നെടുത്തു നോക്ക്. സ്വതക്ക നിർബന്ധമാണ്. തജിബു അലൽ അഗ്നിയായി. ഒരു മഹല്ലിന്റെ പരിധിയിലുള്ള ഫുഖറാക്കള് ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, മരുന്ന്, ഇതാണ് അടിസ്ഥാന ആവശ്യം. ഒന്ന് പറ. ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, മരുന്ന്, ഈ കാര്യത്തിന് വേണ്ടി ഫുഖറാക്കൾ കുഴങ്ങിയവർ ഒരു നാട്ടിലുണ്ടെങ്കിൽ ആ നാട്ടിലെ അഗ്നിയായിന് ധനാഢ്യന്മാർക്ക് സക്കാത്തിന് പുറമെ സ്വതക്ക തജിബു നിർബന്ധമാണ്. ത്വഹഫ 9 വാള്യം 257, 258. അതന്നെ ഈ വാർത്ത വേണമെങ്കിൽ വായിക്കാം. നേരം പോയി ഈ വാർത്ത അങ്ങനെ തന്നെ വായിക്കാം. ഞാൻ പ്രശ്നം ഉണ്ടാക്കണ്ട. ഈ വാർത്ത തന്നെ വായിക്കാം. ത്വഹഫ കാസ്മിയുടെ അതാന്ന് വിചാരിക്കണ്ട. ത്വഹഫ അതന്നെ വായിക്കാം. ലൗ സുഇല ഖാദിറുൻ ഫീ ദഫഇ ളററിൻ. അടിസ്ഥാന ആവശ്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരു കഴിവുള്ളവനോട് ചോദിക്കപ്പെട്ടാൽ ലം യജുസ് ലഹുൽ ഇംതിനാഉ, കൊടുക്കാതിരിക്കൽ അവന് ജായിസല്ല. മനസ്സിലായില്ല? ത്വഹഫ 9 വാള്യം 257, 258. ലൗ സുഇല ഖാദിറുൻ, ഒരു കഴിവുള്ള ആളോട് ചോദിക്കപ്പെട്ടാൽ ഫീ ദഫഇ ളററിൻ, അടിസ്ഥാന പ്രശ്നം പരിഹരിക്കുന്ന വിഷയത്തിൽ ചോദിക്കപ്പെട്ടാൽ ലം യജുസ് ലഹുൽ ഇംതിനാഉ, ഞാൻ തരില്ല എന്ന് പറയൽ അവന് ജായിസല്ല. ഇംതിനാ ജായിസല്ല എന്ന് മാത്രമല്ല, വൈൻ കാന ഹുനാക ഖാദിറുൻ ആഖറു, അവിടെ വേറൊരാൾ മുതലാളി ഉണ്ടെങ്കിൽ പോലും. മനസ്സിലായില്ല പറഞ്ഞത്? അവിടെ ഇനി വേറൊരു മുതലാളിയുണ്ട്, എന്റെ അടുത്ത് മാത്രം എന്നെ പരികുട്ടിയല്ലേ, അവിടെ പോയി നോക്ക്, അങ്ങനെ പറയാൻ പറ്റില്ല. എന്റെ അടുത്ത് ഒരാൾ വന്നാൽ ഞാൻ ഖാദിറാണെങ്കിൽ, ഖാദിർ എന്ന് പേരുണ്ടാകുകയാണല്ല, കഴിവുണ്ടാകുകയാണ്. കഴിവുണ്ടാകൽ ആരാണെന്ന് ത്വഹഫ അപ്പുറത്ത് പറയേണ്ടത് ഇപ്പൊക്കെ പറഞ്ഞുതരാം. കൊടുക്കല് സ്വതക്ക അവിടെ പിടിച്ചിരുന്നോളൂ. സ്വതക്ക അവിടെ
വാജിബാണ്. കൊടുക്കൽ വാജിബാണ്. കൊടുക്കൽ വാജിബാണ്. അവിടെ ഇനി വേറെ കഴിവുള്ളവരുണ്ടായാലും വേണ്ടില്ല. ഇവിടെ ചെറുബാനി എടുത്തു പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് വേറെ ഖാദിർ ഉണ്ടായാലും ഇപ്പം കൊടുക്കണം എന്ന് പറയാൻ കാരണം, അങ്ങനെയാകുമ്പോൾ ഖാദിരിങ്ങൾ ഫുഖറാക്കളെ തട്ടിക്കളിക്കും. അവിടെ പോയിക്കോണം പിന്നെ പറയും. ഒന്ന് സക്കാത്ത് നിർബന്ധം. ഞാൻ ആ ഭാഗത്തേക്ക് ഒന്നുകൂടി വരാം. ആ ഭാഗത്തേക്ക് വരാം. നിൽക്കട്ടെ, ഒന്നുകൂടി പറയാം. സക്കാത്ത് നിർബന്ധമായും കാര്യക്ഷമം. എന്താണ് കമ്മിറ്റി ചെയ്യേണ്ടത്? ഒന്ന്, നാട്ടിൽ സക്കാത്ത് കൊടുക്കേണ്ടവരെയും സക്കാത്ത് വാങ്ങേണ്ടവരുമായ ഒരു കമ്പ്യൂട്ടർ വൽക്കരിക്കപ്പെട്ട കണക്ക് മഹല്ല ഓഫീസിൽ ഉണ്ടായിരിക്കണം. ശ്രദ്ധിക്കുന്നുണ്ടോ പറഞ്ഞത്? മനസ്സിലായില്ലേ പറഞ്ഞത്? സക്കാത്ത് കൊടുക്കേണ്ടവർ അവർ ഏകദേശ കണക്ക് വരുമാനത്തിന് ഒരു കണക്കുണ്ടായിരിക്കണം. ഇവർക്ക് രണ്ട് കാര്യം ചെയ്യാവുന്നതാണ്. ഒന്ന്, മഹലിന് എന്ത് ചെയ്യാം? സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന്, വ്യക്തി നേരിട്ട് തന്നെ സക്കാത്ത് കൊടുക്കലാണ് അഫ്ളൽ. ഏതായാലും സംഘടനക്ക് കൊടുത്തിട്ട് സംഘടന വിതരണം ചെയ്യുന്ന രീതി ഇസ്ലാം അംഗീകരിക്കുകയും ഇല്ല. ശ്രദ്ധിക്കണേ. രണ്ട് കാര്യം. അഫ്ളൽ എന്താണ്? വ്യക്തി ഡയറക്റ്റ് ആയി ചെയ്യലാണ് അഫ്ളൽ. സംഘടനകൾക്ക് കൊടുക്കുകയും സംഘടന സക്കാത്ത് കൈമാറുകയും ചെയ്യുന്ന ഒരു വകുപ്പ് ഷറയിൽ, ഉറക്കെ പറ, ഷറയിൽ 4 മദ്ഹബിലും അങ്ങനത്തെ ഒരു വകുപ്പ് ഇല്ല. എന്നാൽ ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്? വക്കാലത്തേൽപ്പിക്കാവുന്നതാണ്. വക്കാലത്തേൽപ്പിക്കാവുന്ന ഒരു വിശ്വസ്തനായ ആളെ മഹലിന് കാണിച്ചു കൊടുക്കാവുന്നതാണ്. ആർക്കെങ്കിലും സക്കാത്ത് കൊടുക്കാനുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, ഞങ്ങൾ ഇങ്ങനെ 2-3 ആളുകൾ, വിശ്വസ്തരായ 2-3 ആളുകൾ, വക്കാലത്ത് കൊടുക്കാൻ പറ്റിയ ആളുകളാണ്, നിങ്ങൾ സൗകര്യം പോലെ ചെയ്തോളൂ എന്ന് പറയാം. മനസ്സിലായില്ല? നിർബന്ധിക്കണ്ട. വക്കാലത്ത് ഏൽപ്പിക്കാതിരിക്കും ആര് ഉത്തരവാദിത്തം? ആരവർ? ഞാൻ എന്തിനാ ഇങ്ങനെ പറഞ്ഞെന്നറിയോ? നമ്മളെ പല മുതലാളിമാരുടെയും സക്കാത്ത് സംഘടനകൾ വാങ്ങിക്കൊണ്ടുപോകും. ഈ സംഘടനകൾ അതുകൊണ്ട് പത്രം നടത്തും. സക്കാത്തിന്റെ പൈസ കൊണ്ട് നടക്കുന്ന പത്രം ഉണ്ട് കോഴിക്കോട്ട്. നിങ്ങൾ ഉണ്ടാവോ? സക്കാത്തിന്റെ പൈസ കൊണ്ട് നടക്കുന്ന പത്രം ഉണ്ട് കോഴിക്കോട്. അതുകൊണ്ടാണ് ആ പത്രം എത്ര നന്മ എഴുതിയാലോ തിന്മയായി മാറുന്നത്. കാരണം ആ മുതൽ തന്നെ ഹറാമാണ്. കാരണം പത്രം നടത്താനുള്ള പൈസ അല്ല സക്കാത്തിന്റെ പൈസ. അത് 8 വിഭാഗം ദീനിന്റെ വിഷമത അനുഭവിക്കുന്ന ആളുകൾക്ക്. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ വളരെ ശക്തമായി മഹല്ല് ചെയ്യേണ്ടത് ധനാഢ്യന്മാരുടെയും ദരിദ്രന്മാരുടെയും ഒരു തോതും കണക്കും കമ്പ്യൂട്ടർ വൽക്കരിക്കപ്പെട്ട കണക്ക് മഹല്ലുകളിൽ ഉണ്ടായിരിക്കണം. അതോടുകൂടെ തന്നെ കൊല്ലത്തിൽ ഈ വിഷയത്തില് ഒരു സർക്കുലർ ആർക്ക് കൊടുക്കുക? ധനാഢ്യന്മാർക്ക് കൊടുക്കുക. സക്കാത്തിന് നേരായിട്ടുണ്ട്. ഇപ്പൊ ഇയാളിപ്പോ ഒരു പുതിയ കട തുടങ്ങിയാൽ, ഇപ്പൊ ഞാൻ മൂത്തടത്തൊരു മഹലിൽപ്പെട്ട ആളാണ്. അപ്പൊ ഞാനൊരു പുതിയതായ കട തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കണക്ക് ആരെ കയ്യിലുണ്ടാവുക? മഹലിന് കയ്യിൽ ഉണ്ടാവും. അത് മനസ്സിലുണ്ടായപ്പോൾ അത് കമ്പ്യൂട്ടറിൽ കയറ്റുക എങ്കിൽ ഈ മാസം എല്ലാവർക്കും ഒരേ സമയത്തൊന്നുമല്ല സക്കാത്ത് ആവുക. സക്കാത്ത് ഇങ്ങനെ 25-ന് മാത്രം കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമ്മളൊരു സ്വഭാവം. 25-ന് കൊടുക്കാൻ വേണ്ടി സക്കാത്ത് കാത്തു വെക്കും. എന്നിട്ട് എത്ര കൊടുക്കുക? അന്ന് വരുന്നവർക്കൊക്കെ 100 രൂപ കൊടുക്കുക. ഒരു 10-25 ആള് വന്നാൽ എത്ര രൂപ പോയി? 2500 രൂപ പോയി. അല്ലെങ്കിൽ 10000 രൂപ പോയി. എന്നിട്ട് ഒരു 500 രൂപ മൊല്ലാക്കാൻ കൊടുത്തു, ഒരു 1000 രൂപ മുല്ലും കൊടുത്തു. അൽഹംദുലില്ലാഹ്, നല്ല സക്കാത്ത് കൊടുത്ത ആളുമായി. ഇത്രയാ കൊടുക്കേണ്ടത്. കോടിക്കണക്കിന് ഉറുപ്പയുടെ കച്ചവടം വല്യങ്ങാടിയിലുണ്ട്. കോടിക്കണക്കിന് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു നിസ്സാരപ്പെട്ട കാര്യമാണ്. കോടിക്കണക്കിന് എന്നാണ് നിസ്സാരപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന്. പിന്നെ സക്കാത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചോദിക്കുകയും ചെയ്യും, കൃഷിഭൂമിക്ക് സക്കാത്തുണ്ടോ മോദിയാൽ? കൃഷിഭൂമിക്ക് സക്കാത്തില്ല. കെട്ടിടത്തിന് സക്കാത്തുണ്ട്? കെട്ടിടത്തിന് സക്കാത്തില്ല. അൽഹംദുലില്ലാഹ്, ഇത് റിയൽ എസ്റ്റേറ്റ് ആണ്. മനസ്സിലായില്ല? ഇത് സത്യത്തിൽ കൃഷിഭൂമി അല്ല, ഉറൂദ് തിജാറത്താ, കച്ചവട ചരക്ക. നിങ്ങൾക്ക് മനസ്സിലാവണില്ല പറഞ്ഞത്. ഇവന് ഇതുപോലെ ഒരു 10 ഏക്കർ അവിടെ ഇവിടെയൊക്കെ എടുത്തിട്ടുണ്ട്. അതിന് 10-25 കോടിയുടെ മുതലെടുത്ത്. ഇതെന്തല്ല, ഇതവന് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയോ മറ്റോ വാങ്ങിയ ഭൂമിയല്ല. ഇതെന്താണ്? ചില ആളുകൾ മസാല കച്ചവടം ചെയ്യും, ഇവൻ ഭൂമി കച്ചവടം ചെയ്യും. ഇതിനെന്തുണ്ട്? 2 ലക്ഷം ഉറക്കട് പറയാൻ പേടിക്കേണ്ട ആവശ്യം. നാം മുസ്ലിമോട് ചെന്ന് ചോദിക്കും, ഉസ്താദേ കൃഷിഭൂമിക്ക് സക്കാത്തുണ്ടോ? കൃഷിഭൂമിക്ക് സക്കാത്തില്ല, കൃഷിക്കാണ് സക്കാത്തുള്ളത്. അൽഹംദുലില്ലാഹ്, സമാധാനായി. കാരണം കൃഷിഭൂമിക്ക് സക്കാത്തില്ലല്ലോ. ഇനി ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞേ, ഞങ്ങൾ ഉസ്താദ് പറഞ്ഞല്ലോ കൃഷിഭൂമിക്ക് സക്കാത്തില്ല, എന്താണ് പുതിയ പറയേണ്ട ആവശ്യം? കൃഷിഭൂമിക്ക് സക്കാത്തില്ല എന്ന് പറഞ്ഞാൽ ഒരാളുടെ കയ്യിലുള്ള അയാളെ വീട്ടാവശ്യത്തിനും മറ്റുള്ള കൃഷിഭൂമിക്ക് എന്തില്ല? സക്കാത്തില്ല. എന്തിനേ സക്കാത്തുള്ളൂ? കൃഷിക്ക്. ആ കൃഷി സക്കാത്ത് കൊടുക്കേണ്ട കൃഷിയാണെങ്കിൽ അത് ശറായി ധാന്യങ്ങൾ മറ്റൊരു ശറായി പറഞ്ഞിട്ടുണ്ട്. ഇതങ്ങനെ റൂള് തിജാറത്ത. ഇത് എത്രയുണ്ടാകും?
മഹല്ലിന് ആകെന്നപ്പോഴുള്ള പണി എന്താണെന്ന് കമ്മിറ്റി, പുതിയ കമ്മിറ്റിയാണ് കഴിഞ്ഞാൽ പ്രസിഡന്റിന് സെക്രട്ടറിന്റെ പേരിൽ വേഗം ലെറ്റർ ഹെഡ് അടിക്കും, എന്നിട്ട് തെണ്ടാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കും. അല്ലേ, ഇതാകെ കമ്മിറ്റി പ്രസിഡന്റിന്റെ ഒരു കറാമത്താണ്. കമ്മിറ്റി പ്രസിഡന്റ് ഇന്ന് ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും മഹത്തായ കർമ്മം ഞങ്ങളിതാ തെണ്ടാനുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നു എന്നതാണത്. ഈ പ്രസിഡന്റ് ചെയ്യേണ്ടത് അയാളെ നാട്ടിൽ സക്കാത്ത് കൊടുക്കേണ്ട ആള് വാജിബല്ലേ, നിസ്കാരം പോലെ ഇത് വാജിബാണല്ലേ പറഞ്ഞത്. സദക്ക അവിടെ ഇരിക്കട്ടെ, സക്കാത്ത് വാജിബല്ലേ, അതിന് സംശയമില്ലല്ലോ. സദക്ക അവിടെ ഇരിക്കട്ടെ, സക്കാത്ത് വാജിബാണല്ലോ, അതിന് സംശയമില്ലല്ലോ. മൂന്ന് കാര്യങ്ങൾ മൂന്ന് കാര്യത്തോടു കൂടെ അല്ലാതെ സ്വീകരിക്കുകയില്ല. സക്കാത്ത് കൊടുക്കാത്തവർ നിസ്കാരം അല്ലാഹു തആല സ്വീകരിക്കില്ല. അത്ര വലിയ പ്രശ്നമാണത്. അതുകൊണ്ട് നിർബന്ധമായും മഹല്ലുകളിൽ ഇങ്ങനെയുള്ള ഒരു കണക്കുകൾ ഉണ്ടായിരിക്കണം. കൊല്ലത്തിൽ അവരെ ഈ കാര്യം അറിയിക്കണം. വക്കാലത്തേൽപ്പിക്കാനുള്ള സൗകര്യങ്ങൾ അതും ചെയ്യണം. പിന്നെ ഒന്ന് ഇതിനേക്കാൾ വലിയൊരു പോയിന്റ് പറഞ്ഞുതരാം. ഒരു ആസൂത്രിതമായി ചെയ്യുകയാണെങ്കിൽ ഒരു 3, 4, 5 ആളുകൾ സക്കാത്തിന്റെ ഒരു കാര്യമായ വിഹിതം ഒരു കൊല്ലം ഒരാൾക്ക് കൊടുത്താൽ മറ്റുള്ളവർക്കും കൊടുക്കണം. ഇവരെ കൊണ്ട് കാര്യം ഒരു വ്യക്തിയെ കാര്യമായി കൊടുത്തിട്ട് അയാളെ കൊണ്ട് അയാളെ ജീവിത ചുറ്റുപാടിനുള്ള ഒരു ഏർപ്പാട് തുടങ്ങുക. നരിക്കുനിയിലെ ഇളയറ്റിൽ കഴിഞ്ഞ വർഷം ഈ വിഷയത്തിന്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവരൊരു കാര്യം ചെയ്തു. അവരിൽ കുറച്ച് ആളുകൾ കൂടിയിട്ട് ഒരു സാധുവായ മനുഷ്യന് ഒരു പച്ചക്കറി കടക്ക് ആവശ്യമായ പൈസ ഒരു 3-4 ആളുകൾ സക്കാത്തായി കൊടുത്തു. ആ സക്കാത്തിന്റെ പൈസ കൊണ്ട് ഇയാൾ എന്ത് തുടങ്ങി? ഒരു പച്ചക്കറി കട തുടങ്ങി. പിറ്റേത്തെ കൊല്ലം ഇയാൾ സക്കാത്ത് കൊടുത്തു. മനസ്സിലായില്ല, അത് തിരിഞ്ഞില്ല. നമ്മൾക്കൊരു വെപ്പുണ്ട്, വാങ്ങുന്നവരെന്നും വാങ്ങുന്നവരായി തന്നെ തുടരണം. അത് മുതലാളി ഇങ്ങനെ അങ്ങാടിയിൽ വന്നിട്ട് അമ്മരെ എന്റെ സക്കാത്തും പൈസ 100 രൂപ, അൽഹംദുലില്ലാഹ് 100 രൂപ മുതലാളിയുടെ ഒരു 100 രൂപ ആളുകളെ അടിയിട്ടിട്ട് അവൻ നന്നായി അടുത്ത കൊല്ലത്തെ പള്ളി കമ്മിറ്റിയിലും കുറച്ചു സക്കാത്ത് കൊടുക്കുന്ന ആളാണ്, അൽഹംദുലില്ലാഹ്. ഈ 100 രൂപ കൊടുത്ത് ഇങ്ങനെ ആക്കുന്നതിന് പകരം ഒരു 3, 4 നിങ്ങൾ ശ്രദ്ധിക്കണല്ലേ പറഞ്ഞത്? ഇല്ലേ, അങ്ങനത്തെ മണി വലിയ മുതലാളിമാരൊക്കെ ഉണ്ട്. അവര് 25 അവൻ്റെ അന്ന് വീട്ടിലിരിക്കുകയാണ് ചെയ്യുക. അങ്ങനെ വീട്ടിലിരിക്കുക, പിറ്റേന്ന് അവർ കിടന്നുറങ്ങും ചെയ്യും. അതിൻ്റെ ഒരു ഈ വിഷയത്തിൽ ഒരു ആസൂത്രിതമായ തീരുമാനത്തിന് മഹല്ല് നേതൃത്വം ചെയ്തിട്ടുണ്ട്. ഒരു 3-4 ആളുകളെ സക്കാത്തിന് ഒരു കാര്യമായ ഒരാൾ കൊടുത്താൽ അയാൾക്ക് അതുകൊണ്ട് ഒരു 8-10 കൊല്ലം കൊണ്ട് എന്ത് ചെയ്യാൻ മഹല്ലിനെ മുഴുവനും ഉമർ ഇബ്നു ഖത്താബിന്റെ മദീനയാക്കാൻ പറ്റും. നമുക്ക് സർക്കാരിന്റെ ഒരാനുകൂല്യം നമ്മളെ നാട്ടിൽ സക്കാത്ത് കൊടുക്കേണ്ട ആളുകളെ സക്കാത്ത് മാത്രം അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അമേരിക്കയേക്കാൾ സാമ്പത്തിക സ്ഥിതിയുള്ള നാടായി മാറുന്നത് ഇവിടെയായിരിക്കും ഏറ്റവും വലിയ ആഗ്രഹം. സദഖയിലാകട്ടെ അന്യരെ പങ്കാളികളാക്കുകയും വേണം. നാല് പ്രശ്നങ്ങൾ മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, സദഖന്റെ പൈസ കൊണ്ട് മുസ്ലിമീങ്ങളോട് യോജിപ്പിൽ നിൽക്കുന്ന ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ. മനസ്സിലാണ്ട് പറഞ്ഞത് സക്കാത്തല്ല എന്ത് സക്കാത്തല്ല എന്ത് മുസ്ലിമീങ്ങൾക്കിടെ സക്കാത്ത് കൊണ്ട് മുസ്ലിമീങ്ങളെ പ്രശ്നം പരിഹരിക്കുന്നില്ലെങ്കിൽ പിന്നെ ധനാഢ്യന്മാർ എന്ത് ചെയ്യണം? സക്കാത്ത് അല്ലാതെ എന്ത് ചെയ്യണം? സ്വതക്ക കൊടുക്കലും ധനാഢ്യന്മാർക്ക് അവിടെ നിർബന്ധം. ആ സ്വതക്കയിൽ ആരെ മാത്രം പെടുത്തിയാലും പോരാ, മുസ്ലിമീങ്ങളെ മാത്രം പെടുത്തിയാൽ പോരാ, ആർക്കും കൊടുക്കണം. ഹിന്ദു, മനസ്സിലായില്ലേ? ഹിന്ദു, ക്രിസ്ത്യാനി അവർക്കൊക്കെ അല്ലേ പാവങ്ങൾ, അവരൊക്കെ അല്ലേ പാവങ്ങളില്ലേ അവരെ കൂട്ടത്തിൽ അവരെ. ഇതൊക്കെ പ്രാവർത്തികനൊക്കെ എന്ത് കലാപം നാട്ടിലുണ്ടാവും, എന്ത് കുഴപ്പം നാട്ടിലുണ്ടാവും. ഇതാണ് മഹാന്മാർ എഴുതി വെച്ച രേഖ. ഇതിവിടെ മഹാന്മാർ എഴുതി വെച്ച അതിനേക്കാൾ വലിയ ഒരാൾ പിന്നെ വന്നിട്ടില്ല. ഇത് എഴുതി വെച്ചത് ബഹുമാനപ്പെട്ട മഹാനായ വളരെ ചിന്തിക്കണം. അപ്പൊ ഇതൊക്കെ ആരാ മൊലാളി? മൊലാളി ആരാ? അതുപോലെ ആരാ മൊലാളി? മൊലാളി എന്നാൽ മൻ ഒരാളാണ്.
ഒരു വ്യക്തിക്കും അവൻ ചെലവ് കൊടുക്കൽ ബാധ്യസ്ഥരായ ആളുകൾക്കും ഒരു കൊല്ലത്തെ വരുമാനത്തിന് ചെലവിനപ്പുറവും വരുമാനമുള്ളവർ എല്ലാം ആരാണ്? അത് കറൻസിയായോ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു കൊല്ലത്തിനുള്ളിലെ ലാഭമായോ വദീഫകളായാലോ വന്നാലും മനസ്സിലായില്ല. അതായത് ഇപ്പോൾ കറൻസി എന്നല്ല, ഒരു കൊല്ലത്തേക്ക് ചെലവാക്കാനുള്ള പൈസ അങ്ങനെ ഉണ്ടാ പ്രതീക്ഷിക്കപ്പെടുന്ന വരുമാനമായോ പിന്നെ മറ്റു വദീഫകൾ, അതായത് ജോലിയുടെ ശമ്പളം, മനസ്സിലായില്ലേ പറഞ്ഞത്? ജോലിയുടെ ശമ്പളങ്ങളോ പ്രതീക്ഷിക്കപ്പെടുന്ന വരുമാനങ്ങളോ കയ്യിരിപ്പുകൾ കൂട്ടിയിട്ട് ഒരു കൊല്ലത്തിലേക്ക് തന്റെ കുടുംബത്തിന് ഉപയോഗിക്കുന്നത്, അത്യാവശ്യം ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ കയ്യിലുള്ളവരൊക്കെ ആരാണ്? മുതലാളിയാണെങ്കിൽ ഇന്ന് സമുദായത്തിലെ 60% ആളുകൾ പഴയ കണ്ട മസലല്ല, ലോകം മാറിയിട്ടുണ്ട്. 60% കയ്യേറ്റ ജീവിതം കുറിച്ചാണ് ആഗ്രഹം. എന്നിട്ട് 25% എല്ലാവരുടെ കയ്യിലും പൈസ ഇപ്പൊ നമ്മൾ ഇവിടുത്തെ കോടിക്കണക്കിന് വില ഉണ്ടാവാൻ സാധ്യതയുള്ള ഈ ഭൂമി അത്യാവശ്യം വില കുറച്ച് കിട്ടും എന്നൊരു നമ്മുടെ പരിപാടി തീരാം. 12ാമത്തെ പരിപാടി പരിപാടിയുള്ളൂ. ഇപ്പോഴും ഈ 10 മര്യാദയ്ക്ക് പിടിച്ചുവിടാനുള്ള സംഭവങ്ങളെ വെച്ചിട്ടില്ല. എന്നാല് ഇനി ഇവിടെ ഒന്ന് വില കുറച്ച് വിൽക്കുന്നുണ്ട് എന്ന് കേൾക്കട്ടെ. ഇവിടെ ഇഷ്ടം പോലെ ആളുകൾ ഇപ്പോൾ വന്നല്ലോ. തൽക്കാലം അവിടെ ഇവിടെയൊക്കെ മതിയാൽ ടോക്കൺ കൊടുക്കാനുണ്ടോ എന്ന് വൈകുന്നേരം ഒരു സാധനം വിൽക്കാനുണ്ടാകട്ടെ. മഹാന്മാരെ പൈസ എല്ലാരെ കയ്യിലുണ്ട്, സംഗതി ഉണ്ട്, എല്ലാരെ കയ്യിലും ആദ്യം സാധനമൊക്കെ. പിന്നെ എന്താണ് അതില്ല എന്നുള്ള ബാക്കി പറയും. കച്ചവടക്കാരൻ പോലെയാണ്. കച്ചവടക്കാരൻ കണ്ടാൽ ചൊല്ലി എങ്ങനെ ഉണ്ട്, നേരെ പിറ്റത്തെ കൊല്ലം അവിടെ കണ്ട നേരെ അതിന്റെ പിറ്റത്തെ കൊണ്ടാലും കൊല്ലം കൊണ്ടാലും അക്കൊല്ലം മോശമുള്ള ഒരു നല്ല ഒരു മലയാളിയെ ഞാൻ കണ്ടത്. ഇക്കൊല്ലം നല്ല കച്ചവടാണെന്ന് പറഞ്ഞ ഒരു മലയാളിയെ കണ്ടിട്ടേ എല്ലാരും പറയാം കച്ചവടമൊക്കെ പഴയ കാലത്തല്ലേ കച്ചവടം. അപ്പൊ ചുരുക്കത്തിൽ ഇവിടെ വളരെ ചിന്തിക്കണം ഈ 2 കാര്യം. ഇത് വളരെ കർശനമായും നമ്മുടെ മഹല്ലുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ വിഷയത്തിൽ വ്യവസ്ഥയിലുണ്ടാക്കുക. പിന്നെ നാട്ടിലെ സക്കാത്തിന്റെ അപ്പുറം കൊടുക്കാൻ കഴിയുന്ന നാട്യന്മാരുണ്ട്. ആ വിഷയത്തിൽ സാധുക്കളെ സഹായിക്കണം. ആ മഹല്ലിലുള്ള സാധുക്കളെ സഹായിക്കുക. അത് മനസ്സിലായില്ലേ? ഈ ആ മഹല്ലിലെ സാധുക്കളെ സഹായിക്കണം. പ്രസിഡന്റ് എഴുതി കൊടുത്തിട്ട് എന്താ വേണ്ടത്? ആ നാട്ടിലെ സാധുക്കളെ മുഴുവൻ സഹായിക്കേണ്ട ബാധ്യത എന്നിട്ട് ഈ നമുക്ക് പ്രസിഡന്റ് എന്താ ചെയ്യാ? പറ എന്താ നിങ്ങൾക്ക് പേടി? ഈ നമുക്ക് പ്രസിഡന്റ് എന്താ ചെയ്യാ? ഒന്ന് പേടിക്കണത്തിനാ പറയുമ്പോഴത്തേന് പേടിക്കണം. നിങ്ങളെ കൊണ്ട് ഇവിടെ വല്ല തോത്താണ് നടക്കുമോ? നമ്മളിത് പുതിയ ഒരു പരിപാടി നടത്തിയിട്ട് നിങ്ങൾക്ക് എന്താ മാറുമറക്കൽ സമരം നടത്തിയിട്ടുണ്ട് ഒരു കാലത്ത് ഇവിടെ. നമ്മളൊരു പുതിയ സമരം തുടങ്ങിയ എക്സലൻസ് സമരം വന്നതാണ്. കാൽപ്പിന്റെ ഉള്ളിൽ അടിച്ചിട്ട് ഈ മുതലാളിമാരൊക്കെ ശരിയാക്കണം. കോഴിക്കോട്ട് കുന്നമംഗലം, കൊടുവള്ളി, താമരശ്ശേരി, പിന്നെ വടകര, കൊയിലാണ്ടി, ബാലുശ്ശേരി അടക്കമുള്ള മുസ്ലിം മുതലാളിമാര് സക്കാത്ത് കൊടുത്താൽ ഫറോക്കിനിപ്പുറം അങ്ങാടിയിലെ കച്ചവടക്കാരായ മുസ്ലിമീങ്ങൾ മാത്രം സക്കാത്ത് കൊടുത്താൽ കോഴിക്കോട് ജില്ലയിലെ പാവപ്പെട്ടവർ പൈസ കൊണ്ട് കുടുങ്ങും. ഒന്നുകൂടി പറയാം. നിങ്ങളിവിടെ ഉണ്ടോ? നിങ്ങളിവിടെ ഉണ്ടോ? കോഴിക്കോട് കുന്നമംഗലം, കൊടുവള്ളി, മനുഷ്യന്ന് പറയുന്നത് കൊടുവള്ളി എന്ന് പറയും. എവിടെയാണ് സ്വർണത്തിന്റെ രാജാക്കന്മാരുള്ളത്? കൊടുവള്ളി, താമരശ്ശേരി, ഇങ്ങനെ അങ്ങോട്ട് മുക്കം ഇങ്ങനെ വന്നിട്ട് ബാലുശ്ശേരി, വടകര, ഇപ്പുറം നാദാപുരം, ഇങ്ങോട്ടും ഫറോക്കിന് ഇങ്ങോട്ടുള്ള കച്ചവടക്കാര് ഉള്ളി മുസ്ലിം കച്ചവടക്കാര് മാത്രം 2.5% സക്കാത്ത് കൊടുത്താൽ സാധുക്കൾ പറയും ഇന്നലെ ആണെങ്കിൽ എനിക്ക് വേണ്ടിയിരുന്നു. മനുഷ്യന്മാരെ നിങ്ങൾ നിസ്കരിക്കാൻ അങ്ങനെ മുണ്ട് മാറ്റി വന്നോളി. ഒരു ചെലവുണ്ട് നിസ്കരിക്കാൻ. നല്ലൊരു ടൈം നല്ലൊരു പായ ബാംഗ്ലൂരിൽ ഒന്നാമത്തെ നിസ്കാരം തന്നെ ടൈം
ഉണ്ടാക്കി കിട്ടുക, റിയൽ എസ്റ്റേറ്റ് ഭംഗിയായി നടക്കും, ഒരു തഴമ്പ് ഉണ്ടാക്കി കിട്ടിയാൽ മതി. അപ്പൊ ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഇതൊക്കെ തിരിയണുണ്ടെന്നെങ്കിലും തിരിയണം എല്ലാവർക്കും. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി ഈ ഏർപ്പാടൊക്കെ ഒന്ന് നിർത്തിയിട്ട് അല്ലാഹുവിന് വേണ്ടിയുള്ള പണിയായി അവരൊക്കെ ഒന്ന് തയ്യാറാണ്. ഈ വിഷയത്തിൽ ശ്രദ്ധിക്കുക. ഇത് മഹല്ലിന്റെ ഉത്തരവാദിത്തമാണ്. ഒറ്റ കാര്യം, മഹല്ലിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശം നിലനിർത്തുക. അതിന് വിരുദ്ധമായ ഇടപെടലുകൾ അനുവദിക്കാതിരിക്കുക. സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധ ലോബികൾ ഏത് നിലക്ക് ഇടപെടാനും സമ്മതിക്കരുത്. നമ്മളെ മഹല്ലിൽ ഇടപെടാൻ സമ്മതിക്കരുത്. നമ്മളെ മഹല്ലുകളിൽ അവരുടെ ലഘുലേഖകൾ, അവരുടെ കാര്യങ്ങൾ, അതൊന്നും നമ്മുടെ മഹല്ലുകളിൽ വന്നാൽ അതിന് വിരുദ്ധമായ കാര്യങ്ങൾ ഉടനെ നമ്മൾ ചെയ്തിരിക്കേണ്ടതാണ്. ജനങ്ങളുടെ വിശ്വാസം ഏറ്റവും പ്രധാനപ്പെട്ടതാ. ആ ഹൃദയമാന ജനങ്ങളെ ഈമാൻ കട്ടുകൊണ്ടുപോകാൻ വേണ്ടി പണി നടന്നുകൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കണം. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ ഞാൻ അവസാനിപ്പിക്കണം. അവനവന്റെ ആദർശങ്ങളെ ഉഷാറാക്കാൻ വേണ്ടിയും അതിന്റെ ഉന്നമനത്തിന് വേണ്ടിയും പണി നടത്തുക എന്നതും മഹല്ലിന്റെ പ്രധാനപ്പെട്ട ബാധ്യതയാവുന്നു. അതേതോ സാധുക്കളായ കുറച്ച് SKSF SOS ചെറുപ്പക്കാരല്ല ചെയ്യേണ്ടത്, മഹല്ല ചെയ്യേണ്ടത്. അത് അവരാ ചെയ്യേണ്ടത്. കാരണം എന്തുകൊണ്ട്? അള്ളാഹുവിലേക്ക് ക്ഷണിക്കേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം, അവിടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം മഹല്ല് ജമാഅത്ത് കമ്മിറ്റിക്കാണ്. ഇത് മനസ്സിലാക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം, ആ വിശ്വാസം, അതിന്റെ കാണ്ടതികളും അതിന്റെ കാര്യങ്ങളും അതിന്റെ ആചാര അനുഷ്ഠാന മര്യാദകളും അതിന്റെ ഹദ്ദാദ് റാത്തീബ് ഇങ്ങനെ തുടങ്ങിയ ദീനിയായ പ്രവർത്തനങ്ങൾ, ഈമാനെ വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഇടയ്ക്കിടെ നല്ല നല്ല എന്റർടൈൻമെന്റ് പരിപാടികൾ അവസാനിപ്പിക്കുന്നില്ല. ഗാനമേള മഹല്ലിൽ നടത്തണ്ട, എന്നാൽ എന്ത് ചെയ്യാം? നല്ല കിസ്സപ്പാട്ട്, നല്ല പാട്ടുകാരെ കൊണ്ടൊരു പാട്ട് എഴുതിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിമായ കഥ. നല്ല ഒരു പാട്ടുകാരൻ വന്നു. 6 മാസത്തിലൊരിക്കലെങ്കിലും ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം നിർബന്ധമായി മഹല്ലിൽ നടന്നിരിക്കേണ്ടതാണ്. തിരിഞ്ഞില്ല. നിങ്ങൾ ഇവിടെ ഉണ്ടാ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പോരാ, പിന്നെ എന്താ ചെയ്യേണ്ടത്? അത് പറഞ്ഞു കൊടുക്കണം. പാടില്ല എന്ന് പറഞ്ഞ ഒരായി മാത്രം പണ്ഡിതന്മാർ അതപ്പതിച്ചു പോകരുത്. പാടുണ്ട് എന്ന് ഇടക്കൊണ്ട് പറയണം. പാടില്ല പക്ഷെ പാടുണ്ട്, അത് പാടില്ല പക്ഷെ ഇത് പാടും. നല്ല പാട്ട് പാടുക. എന്താ അറസം? ആരാണ് എന്നെ ഒന്ന് സന്തോഷിപ്പിക്കുക എന്ന് ഹബീബായ നബി ചോദിക്കും. ഭയങ്കര ഇഷ്ട പാട്ട്. നല്ല പാട്ടുകാരെ കൊണ്ട് ഒരു കഥാപ്രസംഗം നടത്തിക്കുക. അത് അവർക്ക് പുളിച്ചു പോയ ഏതോ പാട്ട് പാടിക്കല്ല വേണ്ടത്. നല്ല പാട്ട് എഴുത്തുകാരെ കൊണ്ട് പാട്ട് എഴുതിക്കുക. ഉസ്താദ് എന്നെ കഥ പറഞ്ഞു കൊടുക്കുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സൂറത്തു താഹ കേട്ടിട്ട് മുസ്ലിമായ സൂറത്തുൽ ഹാഖ കേട്ട കഥ. അത് ഒരു പിന്നെ ഒരു 10 പാട്ടിന്റെ സീനുകളും ഒരു 10 വിശദീകരണങ്ങളും, അന്നൊരു വയലും, അത് കഴിഞ്ഞൊരു ദുആ സദസ്സും. അൽഹംദുലില്ലാഹ് നല്ല പാട്ട് പാടാൻ പോകുന്ന ആളുകൾ. പാട്ട് മനുഷ്യന്റെ നല്ല സർഗിക രീതിയാണത്. പാട്ട് ഇഷ്ടപ്പെടാത്തൊരു മനുഷ്യന്മാർക്ക് എല്ലാം മനുഷ്യൻ എങ്ങനെ പറയാം? പാട്ട്, കല, സാഹിത്യം ഇതൊക്കെ മനുഷ്യന് വേണം. മനുഷ്യനെ ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടി മാത്രം മനുഷ്യൻ ഉണ്ടാവാൻ പറ്റില്ല, ചെയ്യണം എന്ന് പറയാൻ പാടില്ല. പിന്നെ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയുടെ വിഷമത്തിന്റെ കഥ, അമ്മാർ ബിൻ യാസിറിന്റെ കുടുംബത്തിന്റെ കഷ്ടപ്പാടിന്റെ കഥ, സുഹൈബ് റളിയല്ലാഹു അൻഹു മുസ്ലിമായ കഥ, ഇതൊക്കെ പാട്ടെഴുതുന്ന ആളുകളെ കൊണ്ട് പാട്ടെഴുതിക്കുക. ഇത് നമ്മുടെ നാട്ടിൽ കുറച്ച് കഥാപ്രസംഗക്കാരുണ്ട്. അവർക്ക് 25 മുമ്പ് പഠിച്ചത് ഇപ്പോഴും അത്രേ അവർക്ക് അറിയുള്ളൂ. അത് അന്ന് കൈ ചൂണ്ടെടുത്ത് അവിടെ തന്നെ ഇപ്പൊ 25 കൊല്ലമായി അവിടെ തന്നെ കൈ ചൂണ്ടും. ആ ഉപമ പറയേണ്ടടുത്ത് അവിടെ ഉപമ പറയും. ഇത് കേട്ട് ജനങ്ങൾ കുഴങ്ങി. തൽക്കാലം നിങ്ങൾ പാടാതിരുന്നാൽ എന്തെങ്കിലും തരാന്നുള്ളതാണ് ജനങ്ങളെ മട്ടം. അപ്പൊ ഇതൊക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്യാ? നല്ല ഉസ്താദുമാര് പറഞ്ഞു കൊടുക്കുക. ഞാൻ പറഞ്ഞു തരാം കഥ, നല്ല കഥകളുണ്ട്. എന്നിട്ട് ആ കഥ എഴുതിയെടുത്തിട്ട് എന്ത് ചെയ്യുക? ഇഷ്ടം പോലെ ഉസ്താദുമാരിലെ ഒരു കഥ. എത്ര കഥകൾ ചരിത്രങ്ങളാണ് കഥകൾ. അതുകൊണ്ട് ഈമാന്റെ ഖുവ്വത്തുണ്ടാവും. ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണും കാതും കയ്യുമൊക്കെ വെട്ടിക്കൊണ്ടുപോയ കഥ, ബിലാൽ റളിയല്ലാഹു അൻഹു മുസ്ലിമായ പൊട്ടിക്കരഞ്ഞ കഥ, ഹിന്ദ് റളിയല്ലാഹു അൻഹ മുസ്ലിമാകാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ അടുത്ത് മതാഫിൽ കുഴഞ്ഞു വീണ കഥ. എന്താണ് ആ കഥയുടെയൊക്കെ ഒരു ആത്മാവ് എത്ര വലിയതായിരിക്കും. അങ്ങനെയുള്ള കഥകളിൽ ഒരു എന്റർടൈൻമെന്റ് നടക്കണം. അതിനെന്ത് ചെയ്യാന്നറിയോ? ഒരു പെരുന്നാൾ പിറ്റേന്ന് ഒരു നല്ല പാട്ടിന്റെ ഒരു പരിപാടി, അല്ലെങ്കിൽ വേനൽക്കാലത്ത്, ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. പാടില്ല എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, പാടുണ്ട് എന്നും പറയണം. ഇടക്കിടക്ക് നല്ല കവി അരങ്ങ്, നല്ല കവിതകളൊക്കെ എഴുതി ഉണ്ടാക്കുന്നവരെ കൊണ്ട് കവിതാ മത്സരങ്ങൾ നടത്തുക. കവിതക്കൊക്കെ നല്ല ജീവനാണ്. ഇതാ കവിതകളുടെയൊക്കെ ജീവൻ. അതൊക്കെ ഉണ്ടാക്കുക.
അല്ല ഇസ്ലാമിക കഥകൾ എഴുതുന്ന കുട്ടികൾക്ക് അവർക്ക് വേനൽക്കാലത്ത് റബീഉൽ അവ്വൽ മാസത്തിലൊക്കെ നല്ല പ്രോത്സാഹനങ്ങൾ കൊടുക്കുക, ബാങ്ക് വിളി മത്സരം, നല്ല പരിപാടികളൊക്കെ നടത്തുക. ഇത്തരം കാര്യങ്ങൾ ഇതെല്ലാം മഹല്ല് ജമാഅത്തിന്റെ പ്രധാനപ്പെട്ട ബാധ്യതയാണ്. ഇത് നല്ലൊരു ജീവിക്കുന്ന മഹല്ലാവുക. വഖഫ് മുതലിനെ പൂർണ്ണമായി സംരക്ഷിക്കുക. വഖഫിന്റെ മുതലിനെ പൂർണ്ണമായി സംരക്ഷിക്കുക. ഇതിൽ ബോധമില്ലാത്ത കമ്മിറ്റിക്കാരാണ് കോടിക്കണക്കായ വഖഫിന്റെ മുതൽ നഷ്ടപ്പെടുത്തിയത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കോടിക്കണക്കിന് വഖഫിന്റെ മുതൽ നഷ്ടപ്പെടുത്തി. ഞാൻ വാഴക്കാട് അടുത്ത ഒരു നാട്ടിലേക്ക് പ്രസംഗിക്കാൻ വേണ്ടി പോയി. അവിടെ കുറച്ചാൾ ചേകനൂരായിട്ടുണ്ട്. പ്രസംഗിക്കാൻ വേണ്ടി പോയി. പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു വയസ്സൻ എന്നോട് പറഞ്ഞു, കുട്ടിയെ നിങ്ങൾ ചങ്കിട്ട് കാറിയിട്ട് കാര്യമല്ല, ഈ നാട്ടിൽ നന്നാവില്ല. എന്തുകൊണ്ട് നന്നാവില്ല? ഇവരൊക്കെ പാർക്കുന്നത് ദാറുൽ ഉലൂമിന്റെ വഖഫ് ഭൂമിയിലാണ്. അവിടെ കിടന്നിട്ട് അവർക്ക് കുട്ടികളുണ്ടായിരുന്നു. ഇവരെങ്ങനെ നന്നാവുക? ഇത് വഖഫിന്റെ മണ്ണാണ്. ആ വഖഫിന്റെ മണ്ണ് ഇവർ കൈവശപ്പെടുത്തിയതാ. മനസ്സിലായില്ല. കോടിക്കണക്കായ വഖഫിന്റെ ഭൂമി ഉണ്ടായിരുന്നു. എവിടെ? ദാറുൽ ഉലൂമിൽ. ഓരോന്നിനും അത് മുഴുവൻ എന്ന മുസ്ലിമീങ്ങളെ കയ്യില്ല. ഏകദേശമൊക്കെ മറ്റുള്ളവരും കൈവശപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ മുസ്ലിമീങ്ങളെ കൈവശം അന്യദിനപ്പെടുത്തി. അതിന് 1969 ഭൂപരിഷ്കരണ നിയമത്തെ കൊണ്ടുവന്നു. ഭൂപരിഷ്കരണ നിയമം EMS കൊണ്ടുവന്നതാ. അയാൾക്കത് ജായിസാവും, നമുക്ക് ജായിസാവില്ല. EMS നിയമം എങ്ങനെ? അള്ളാഹുവിന്റെ വഖഫ് ഭൂമി കൈവശപ്പെടുത്താൻ ഉപയോഗപ്പെടുത്തുക. ആരാ ഉപയോഗപ്പെടുത്തിയത്? എന്റെ മഹല്ലാണ് മമ്പാട് മഹല്ല്. ഏകദേശം നിലമ്പൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് അല്ലെങ്കിൽ മമ്പാട് നിലമ്പൂരിലേക്ക് പോകുമ്പോൾ 2 കിലോമീറ്റർ പാതയോരത്ത് കാണുന്ന മുഴുവൻ സ്ഥലം ആ പള്ളിയുടേതായിരുന്നു. ഇന്ന് ഒരു ഇഞ്ചില്ല. വെള്ളിയാഴ്ച ഇങ്ങനെ പാട്ട കുലിക്കണം. അത് മുഴുവൻ മഞ്ഞാദിനപ്പെട്ടു പോയി. എന്റെ കാരണം നിരുത്തരവാദികളായ കമ്മിറ്റിക്കാര്. എങ്ങനെയാ? വഖഫിന്റെ ഭൂമിയിൽ നിന്ന് കമ്മിറ്റിക്കാർ ഇറങ്ങിപ്പോകുമ്പോൾ നാട്ടുകാരും കമ്മിറ്റിയും ഇറങ്ങിപ്പോകുമ്പോൾ എന്ത് ചെയ്യും? കാല് കൂട്ടിക്കൊട്ടും. അങ്ങനെയൊന്നും കഥ. വഖഫിന്റെ ഭൂമിയിൽ നിന്ന് ഇറങ്ങുമ്പോ കാല് കൊട്ടിപ്പോയിരുന്നു എന്നാ കഥ. എന്തിന്? ഈ മണ്ണ് അപ്പുറത്തേക്ക്, മനസ്സിലാവണില്ലേ? ഈ മണ്ണ് അപ്പുറത്തേക്ക് പോകരുത്. അങ്ങനെയുള്ള വഖഫിനെ സംരക്ഷിക്കേണ്ട കമ്മിറ്റിക്കാർ നിരുത്തരവാദികളായി, മഹല്ലുകളെ ശ്രദ്ധിക്കാതെയായി, മറ്റുള്ളവർ പലരും കൊണ്ടുപോയി. അങ്ങനെ മഹല്ലുകൾ കോടിക്കണക്കായ വഖഫിന്റെ മുതൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഇതൊക്കെ വളരെ വലിയ പ്രശ്നമാണ്. ഇതെല്ലാം സംരക്ഷിക്കുക, ഇതെല്ലാം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ മഹല്ലിൽ ഏത് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കും ഷൂറ നടത്തുക, മുശാവറ നടത്തുക. കമ്മിറ്റി ഷൂറ നടത്തേണ്ടത് അങ്ങനെ, ജനറൽ ബോഡി ഷൂറ നടത്തേണ്ടത് അങ്ങനെ അത് ചെയ്യുക. ഷൂറയിൽ എപ്പോഴും ബറക്കത്തുണ്ടാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. കൂടിയാലോചന. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ പടക്കാൻ ഒരുങ്ങിയപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്? ഷൂറ ചെയ്തു. ഷൂറ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു മുശാവറ നടത്താതെ ഒന്നും ചെയ്യരുത്. ഒരു പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ മുശാവറ നടത്താം. ഹബീബ നബി അങ്ങനെയാണല്ലോ. വഹി ഉണ്ടായിട്ട് മുശാവറ ചെയ്യും. വഹിയുണ്ട് എന്നാലും മുശാവറ ചെയ്യും മുസ്തഫ റസൂലുള്ളാഹി. അതുകൊണ്ട് ഷൂറ നടത്തുക. അതേപോലെ തന്നെ സർക്കാർ തലത്തിൽ ലഭിക്കാനുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മഹല്ലിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതുകൊണ്ട് എന്തുണ്ടാവും? അത് ചില മഹല്ലുകൾക്ക് കഴിഞ്ഞാൽ നമ്മളെ പെൺകുട്ടികൾ ഈ ബസ് കയറിയിട്ട് പോകുന്നതില്ലാതാക്കാം. ഈ ബസ്സിൽ കയറി പോകുന്നതാണ് പല അഴിഞ്ഞാട്ടങ്ങൾക്കും കാരണമാവുന്നത്. അതായത് ഒരു കുട്ടിക്ക് +1 +2 അതിനപ്പുറമുള്ള ചില സ്ഥാപനങ്ങളൊക്കെ പരമാവധി സർക്കാർ കൊടുക്കുന്നുണ്ട്. ഇന്ന് പ്രത്യേകിച്ചും ഇപ്പൊ സജ്ജാർ കമ്മീഷൻ റിപ്പോർട്ടിന് ശേഷം എന്തുണ്ടായി? ന്യൂനപക്ഷത്തെ സ്ഥാപനങ്ങളെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ശക്തമായ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം പറയാ, 2000 കോടി രൂപക്കാണ് അലിഗറിന്റെ ഓഫ് ക്യാമ്പസ് കൊണ്ടുവരാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ആരെങ്കിലും തടഞ്ഞാലും അതിനെതിരെയുള്ള നമ്മളെ സമരം പോലും ലോലമായി പോയി എന്ന് തോന്നിപ്പോവുക. അതങ്ങനെ ചെയ്യാൻ പാടില്ല. ശക്തമായിട്ട് നമ്മൾ നിൽക്കണം. 8000 ഉദ്യോഗസ്ഥന്മാരാണ് ഒരു ദിവസം അവിടെ ഉണ്ടാവുക. 8000. 30,000 മലപ്പുറത്ത് ആ സ്ഥാപനം വന്നാൽ, തല തുറന്നെന്ന് കേൾക്ക്, മലപ്പുറത്ത് ആ സ്ഥാപനം വന്നാൽ 30,000 വിദ്യാർത്ഥികൾ അക്കോമഡേഷനും പഠന സൗകര്യം ഉണ്ടാവും. 30,000 വിദ്യാർത്ഥികൾക്ക് 30 അക്കോമഡേഷൻ പഠന സൗകര്യം 30,000 വിദ്യാർത്ഥികൾക്ക്. 8,000 തൊഴിലാളികൾ ഉണ്ടാവും മലപ്പുറത്ത്. 2,000 കോടിയാണ് ഭൂമി അക്വയർ ചെയ്ത് പ്രഥമമായി വിലയിരുത്തി. 2,000 കോടി അലിഗറിന്റെ ഓഫ് ക്യാമ്പസ്. സച്ചാർ കമ്മീഷൻ, അതായത് ന്യൂനപക്ഷ വിഭാഗത്തെ സ്ഥാപനങ്ങളെ അപ്ഗ്രേഡ് ചെയ്യുക, അവരുടെ കാര്യം ഒരു ഉന്നതമായ അവസ്ഥ കൊണ്ടുവരിക, അവരെ വിദ്യാഭ്യാസ നിലവാരങ്ങളെ ഉയർത്തുക. വളരെ നല്ല പ്രവർത്തനം ചെയ്തത്. അപ്പൊ ഇതിന് ഈ വിഷയത്തിലൊക്കെ ഇന്ന് നമ്മുടെ സർക്കാർ വളരെ മോശപ്പെട്ട ഒരു പിന്തിരിപ്പൻ നയമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുസ്ലിമീങ്ങളെ വോട്ട് വാങ്ങാൻ വേണ്ടി ലാക്കുകൾ നടത്തുകയും എന്നാൽ മുസ്ലിമീങ്ങളുടെ മുഴുവനും പുരോഗതിയെ തടുകയും ചെയ്യുന്ന രീതിയാണ് ഇന്നത്തെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ മോശപ്പെട്ട സംഗതിയാണ്. ഇത് ബോധവൽക്കരണം നടത്താൻ ശ്രമിക്കണം. അതേപോലെ തന്നെ മുസ്ലിം പെൺകുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ്, PSC പരീക്ഷ, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ഒരു ധാരണ മഹല്ല് കമ്മിറ്റിയിൽ, ഒരു എഡ്യൂക്കേഷൻ ഒരു പ്രോഗ്രസീവ് വിങ് ഉണ്ടായിരിക്കണം.
അത് പള്ളിയുടെ പുറത്ത് ഒരു PSC, അതേപോലെ തന്നെ മറ്റു പരീക്ഷകൾ, മെഡിക്കൽ എൻട്രൻസ് കാര്യങ്ങൾ, പരീക്ഷകൾ, ഇതൊക്കെ എഴുതി തൂക്കുന്ന ഒരു ബോർഡ്. ഈ വിഷയത്തിൽ പറ്റുന്ന കുട്ടികളെ നമ്മൾ അറിയിക്കണം. നല്ല ഫിസിക്കലായി കഴിവുള്ള ഹെൽത്തുള്ള കുട്ടികളെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കാൻ ശ്രമിക്കണം. ഇതൊക്കെ നമ്മൾ വിചാരിച്ചാൽ നടക്കും. പോലീസിൽ ആകെ ഈ കാലം വരെയുള്ള കലാപങ്ങളൊക്കെ ഉണ്ടായിട്ട് എല്ലാ കമ്മീഷന്റെയും അവസാനത്തെ വിലയിരുത്തൽ പോലീസിൽ മുസ്ലിം സാന്നിധ്യം വളരെ കുറവാണ്. ഇതിന് പരിഹാരങ്ങൾ ഉണ്ടാക്കണം. കഴിവുള്ള കുട്ടികളെ തേടി പിടിച്ചിട്ട് ആ കുട്ടികളെ നമ്മുടെ IAS, IPS, IFS പാസ്സാക്കാൻ ശ്രമിക്കുക. നമ്മൾ മിനിഞ്ഞാന്ന് ഇവിടെ വന്ന സലീം IAS പാസ്സായ ഉദ്യോഗസ്ഥനാണ്. അല്ലാഹു അവർക്കൊക്കെ ദീർഘായുസ്സ് കൊടുക്കട്ടെ. അപ്പൊ രാജ്യത്തിന്റെ നീതി നടപ്പിലാക്കിക്കൊണ്ട് തന്നെ സമുദായത്തിന് ഇജ്ജത്തുള്ള ഒരു കാര്യമാണത്. ഒരു അനീതിയും വേണ്ട. നമുക്ക് ഇത്ര മടി. സലീം അല്ല, ഇനി വേറെ ആരാണെങ്കിലും ഈ മുസ്ലിം സമുദായത്തിന് ഒന്നും അനീതിയിൽ വേണ്ട. പക്ഷെ നീതിയിൽ ഉള്ള ഒന്നും സമുദായത്തിന് കിട്ടാതെ പോകാൻ പാടില്ല. അങ്ങനെയാണ്. നായർ NSS ക്ഷണിച്ച സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ പോയി CH മുഹമ്മദ് കോയ എന്നാൽ പറഞ്ഞു, അന്യരുടെ ഒരു ചീള് പോലും ഞങ്ങൾ എടുക്കൂല, എന്നാൽ ഞങ്ങളുടെ ഒരല്പം പോലും വേറെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറുമല്ല എന്ന് NSSകാർ താലപ്പൊലി ഏറ്റ് കൊണ്ടുപോയി സ്വീകരിച്ച് പ്രസംഗിപ്പിച്ചത് മടക്കി പോന്നപ്പോൾ മന്ത്രിയെ കാറ് കയറ്റി കൊടുക്കാൻ ആളുണ്ടായില്ല. അടുത്ത സമ്മേളനത്തിന് വന്നിട്ട് പറഞ്ഞു CH, ഞാൻ പുലിക്കൂട്ടിൽ കയറിയിട്ട് പുലിയെ വെടിവെച്ച് വരികയാണ് എന്ന് പറഞ്ഞു. ഞാൻ പുലിക്കൂട്ടിൽ കയറി പുലിയെ വെടിവെച്ച് വരികയാണ്. അതിനൊരു ആൺകുട്ടി ഉണ്ടാവണം. അതിന് ആൺകുട്ടി എന്നാണ് പറയുക. കവാത്ത് മറക്കുന്നവരുണ്ടായിട്ട് കാര്യമല്ല. ഏതോ ആരെങ്കിലും ഇങ്ങനെ അന്തല്ലാതെ കുറെ മന്ത്രിമാരുണ്ടായിട്ടും കാര്യമല്ല. ബോധമുള്ള മന്ത്രിമാരുണ്ടായിരിക്കണം. അവർക്ക് എന്താണ് ഇപ്പൊ നാട്ടിൽ നടക്കുന്നത് എന്ന വിവരം അന്തല്ലാത്ത എങ്ങനെയോ മേലാപ്പിൽ ചാടിയ പൂച്ച പോലെ കുറെ മന്ത്രിമാരുണ്ടായിട്ട് സമുദായത്തിൽ കാര്യമില്ല. ഇതും അവരടക്കം, അവരെ താങ്ങുന്നവരടക്കം ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഓരോന്നിനും മനുഷ്യന് ആരോഗ്യം, അവനവന്റെ ആയുസിന്റെ ഒക്കെ പ്രധാനപ്പെട്ട ചില ഘടകങ്ങൾ അവന്റെ ഈനുണ്ട്. ഇതും വളരെ പ്രധാനമായി ചിന്തിക്കേണ്ട സംഗതികളാണ്. ആരോഗ്യങ്ങളും എല്ലാം മനുഷ്യന്റെ യുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഒരു മനുഷ്യൻ എന്തിനും, ഒരു സർക്കാർ ഉദ്യോഗമാണെങ്കിലും ആ ഉദ്യോഗത്തിനുണ്ട് ഒരായുസ്. ഒരു സമയം കഴിഞ്ഞാൽ ആ ഉദ്യോഗത്തിൽ നിന്ന് അയാൾ അടുത്തുകൊണ്ട് കൊടുത്തിട്ട് പിന്നെ പിരിച്ചുവിടും. പിന്നെ അയാൾക്ക് പെൻഷൻ കൊടുക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് അതിന്റെ സമയം കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ആരോഗ്യം, അയാളുടെ പ്രവർത്തനം തമ്മിൽ വളരെ അജഗജാന്തരം ഉണ്ടാവും. പലപ്പോഴും കഴിയില്ല. എന്നാൽ ഇന്ന് രാഷ്ട്രീയത്തിൽ ആരും പെൻഷൻ പറ്റുന്നില്ല എന്നത് ഏറ്റവും വലിയ ഒരു കൗതുകമായി മാറിയിരിക്കുകയാണ്. ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഹബീബായ റസൂലുള്ളാഹിക്ക് പോലും 61ാമത്തെ വയസ്സിൽ അള്ളാഹു പെൻഷൻ കൊടുത്തു. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. മക്ക ഫതഹ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കിക്കോളൂ. ഒരു 2 കൊല്ലം അവർക്കൊരു റിഹേഴ്സൽ, 2ാം കൊല്ലം റസൂലുള്ളാഹി വഫാത്തായി. മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പൊ ചുരുക്കത്തിൽ ഈ വിഷയങ്ങളിലൊക്കെ മുസ്ലിം സമുദായത്തിന് ഉന്നമനം വേണം. കൃഷിയുടെ ഇറക്കുന്ന ആഴ്ചയാകുമ്പോൾ വെള്ളിയാഴ്ച കൃഷിയെപ്പറ്റി വയലു പറയണം. കാന ആദമു ഹാരിസ, ആദം കർഷകനായിരുന്നു എന്ന് പറയണം. കൃഷിയുടെ വികാസത്തിനെ കുറിച്ചൊക്കെ നല്ല മഹല്ലുകളാണെങ്കിൽ ഒരു കൃഷി സമ്മേളനം എന്തൊക്കെ മറ്റുള്ളവരെയും കണ്ണു തുറപ്പിക്കും. ഹൈന്ദവരെയും മറ്റുമൊക്കെ വിളിക്കുക. കൃഷിയും ഇസ്ലാമും എന്താണ് ഒരു സെമിനാർ വെച്ചാൽ ചിങ്ങമാസത്തിൽ അത് നമ്മളെ പരിപാടിയല്ല. അത് ചിങ്ങമൊന്നല്ല കർഷക ദിനം. നമ്മളെ പരിപാടിയല്ല. നമ്മളെ പരിപാടി കൊയലിൻ്റെ ഉള്ളിൽ കൂടെ മാന്ത എന്നുള്ളതാണ്. ഒന്നും നമ്മളെ പരിപാടിയല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പ്രോത്സാഹിപ്പിച്ചത് കൃഷിയാണ്. നമ്മളെ പരിപാടി എങ്ങനെ ആവാതിരിക്കണം? അപ്പൊ കൊല്ലത്തിലൊരിക്കലെങ്കിലും ഒരു കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടി എല്ലായിടത്തും വിത്തിറക്കണം, എല്ലായിടത്തും കൃഷി നടത്തണം. മുസ്ലിമീങ്ങൾ കർഷകരാകണം. ഇത് 5 സെന്റ് ഭൂമി, 2.5 സെന്റിൽ പുര, 2.5 സെന്റിൽ ഓളോബ്രിക്സ്, ഇന്റർലോക്ക് കഴിഞ്ഞു. ഇങ്ങനെ ആ ഒരു ഏർപ്പാടിന്ന് നമ്മൾ മാറണം. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെ ആരോഗ്യങ്ങൾ, പൊതുനിരത്തുകളിൽ മാലിന്യം ഒഴിവാക്കുന്ന കാര്യത്തിൽ ബോധവൽക്കരണങ്ങളും വാളുകളും പ്രഭാഷണങ്ങളും നടത്തുക, മഹല്ല് നേരിട്ട്. അതേപോലെ തന്നെ ആട് വളർത്തുക, കോഴി വളർത്തുക. നാടൻ കോഴിയെ വളർത്തുന്ന കാര്യത്തിൽ ശക്തമായി വീടുകളിൽ ബോധവൽക്കരണം നടത്തണം. അപ്പൊ ആ നാടൻ കോഴി വളർത്തുക. മറ്റേ ആണ്ടിപ്പട്ടി കോഴി പരമാവധി നമ്മളെ വീടുകളിൽ നിന്ന് ഒഴിവാക്കാൻ കാളിയർ വെള്ളം അറിയണം. അങ്ങനെ ആ കാളിയരെ പറ്റിയില്ലെങ്കിൽ കാസിനെ വിളിച്ചാൽ മതി. അല്ല, എൻ്റെ കയ്യിൽ അതിനൊക്കെ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. അതൊക്കെ വെള്ളമാണ്. കാരണം എന്തുകൊണ്ട് മുസ്ലിം സമുദായം നാശമായി പോകാൻ പാടില്ല, ആരും നാശമായി പോകാൻ പാടില്ല. ഇനി ഹിന്ദുവിന്റെ ആരോഗ്യം അതും പ്രധാനപ്പെട്ടതല്ലേ. ആരോഗ്യവും പ്രധാനപ്പെട്ടതാണ്. ആരോഗ്യം അല്ലാതെ ഞാമത്താണ്. റസൂലുള്ളാഹി വീട്ടിൽ ആടിനെ വളർത്തിയിരുന്നു. നാൽക്കാലികൾക്ക് വെള്ളം കൊടുക്കുക, പൂച്ചയെ വളർത്തുക, ഇതൊക്കെ ശ്രദ്ധിക്കുക. പൂച്ചയെ വളർത്തിയാൽ, പൂച്ചക്ക് വെള്ളം കൊടുത്താൽ അതുകൊണ്ട് വലിയ സ്വർഗം കിട്ടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇതൊക്കെ ദീനിന്റെ പാഠങ്ങളാണ്. ഇതൊക്കെ പഠിപ്പിക്കുക. മണ്ണിര നശിച്ചു പോകാത്ത പച്ചില വളങ്ങൾ, ദൈവവളങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിപ്പിക്കുക. ഈ കാര്യങ്ങളിലൊക്കെ വ്യക്തമായ ധാരണകൾ പറഞ്ഞു കൊടുക്കുക. അന്യ സമുദായങ്ങളുമായി അവരുമായിട്ട് നല്ല സൗഹൃദത്തെ ഉണ്ടാക്കുക.
നല്ല സൗഹൃദം ഉണ്ടാവുക, നല്ല സഹകരണം ഉണ്ടാക്കുക. അവരുടെ വിശേഷ ദിവസങ്ങളിൽ, നമ്മുടെ വിശേഷ ദിവസങ്ങളിൽ റിലീഫ് നടത്തുക. സൗകര്യപ്പെടുമെങ്കിൽ അവരുടെ വിശേഷ ദിവസങ്ങളിലും സാധുക്കളായ അവരെ കൂട്ടത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ നോക്കുക. അതൊക്കെ ഒരളവോളം കലാപങ്ങളെ തടയാവുന്ന പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങളാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖൻ വർസുഖ്നാ ഇത്തിബാഅഹു വഅരിനൽ